സ്വാഗതം എല്ലാവർക്കും. നമ്മുടെ എക്സാമിന്റെ ഏറ്റവും ഫൈനൽ ലാപ്പിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫൈനൽ ലാപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സൈക്കോളജിയിലെ കുറച്ച് പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറഞ്ഞു പോകുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് റിവിഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. എന്നാലും പ്രധാനപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോഴും ഇതിന് മുന്നേ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നേ ചെയ്ത കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനിടയിലൊക്കെ വന്നു പോയിട്ടുള്ളതുമായിട്ടുള്ള ഏറ്റവും കൂടുതൽ തവണ നമ്മുടെ എക്സാമിനൊക്കെ വന്നിട്ടുള്ള കുറച്ച് ഫാക്റ്റാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ച് സ്പീഡിൽ പറയാം, കാരണം കുറച്ച് സമയം പിടിച്ചേക്കാം. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ തന്നെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു റാൻഡം റിവിഷൻ ആയിട്ട് നിങ്ങൾ എടുക്കുക. മാത്രമല്ല നമ്മൾ ഇതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് റാൻഡം റിവിഷൻ കംപ്ലീറ്റ്ലി ചെയ്ത ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കാം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ കേട്ടതോ അല്ലെങ്കിൽ കേട്ട് മറന്നതോ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കുറേയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവും. ഇനി മറന്ന കാര്യങ്ങളാണെങ്കിൽ ഒന്നും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മെമ്മറിയിലേക്ക് എടുക്കാനായിട്ട് പറ്റും. നമ്മൾ നെക്സ്റ്റ് ഡേ എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ചില ഫാക്റ്റ് അല്ല ചില പേരുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ തീരെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങ് ഒഴിവാക്കുക. നിങ്ങൾ അതിനെ ആലോചിച്ച് ടെൻസ്ഡ് ആവാൻ പാടില്ല, അങ്ങ് ഒഴിവാക്കുക. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് വളരെ പെട്ടെന്ന് നോക്കാം. ഒന്നാമത് നിങ്ങൾക്കറിയാം ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞ ഒരു കാര്യം അല്ലെ? ബ്രെയിൻ സ്റ്റോമിംഗ്, മസ്തിഷ്കോച്ചാടനം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ്, അതിന്റെ പ്രൊപ്പോണന്റ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്? ശരിക്കും ഒന്ന് ഓർത്തിരിക്കുക, ആരാണ്? അലക്സ് എഫ് ഓസ്ബോൺ ആണ്. അപ്പോൾ ഓസ്ബോൺ എന്ന് നിങ്ങൾ ഓർത്താൽ മതി, ഓസ്ബോൺ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ബ്രെയിൻ സ്റ്റോമിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിന്റെ പ്രൊപ്പോണന്റ് ആയിട്ട് അറിയപ്പെടുന്നത് ഓസ്ബോൺ ആണ്. ഓക്കെ, ഓസ്ബോൺ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇത് ചോദിക്കാറുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത സോഷ്യോമെട്രി, സമൂഹമിതി എന്ന് പറയുന്ന സാധനം. സോഷ്യോമെട്രി നിങ്ങൾക്കറിയാലോ, സമൂഹമിതി. നമ്മളൊരു ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഇത് ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? കുട്ടികളോട് നിങ്ങൾ വെറുതെ ജസ്റ്റ് ഇങ്ങനെ പറയും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു പീപ്പിൾ, അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് നമ്മൾ എന്ത് പറയും? അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയെ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ടിന്റെ പേര് എഴുതുക എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? ഓരോരാളും ഓരോരുത്തരുടെ പേര് എഴുതിയിട്ട് നമുക്ക് തരും. നമ്മൾ അതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും? കൃത്യമായിട്ട് ഒരു മാപ്പ്, അതിന് നമ്മൾ സോഷ്യോഗ്രാം എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ആ സോഷ്യോഗ്രാം തയ്യാറാക്കും. അങ്ങനെ തയ്യാറാക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഒരു ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ കുട്ടികളാൽ അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ സ്റ്റാർ എന്നുള്ള പേരിൽ, നിങ്ങൾ താരങ്ങൾ അഥവാ സ്റ്റാർ എന്നുള്ള പേരിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ ചില കുട്ടികൾ എന്താണ്, ആരാലും അംഗീകരിക്കപ്പെടാത്ത അല്ലെങ്കിൽ ആരുടെയും ഒരു ഫ്രണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടാതെ ഏകാന്തനായിട്ട് അല്ലെങ്കിൽ ഒറ്റക്കായി മാറി നിൽക്കുന്ന ചില കുട്ടികളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള അവരെ നമ്മൾ ഐസൊലേറ്റഡ് എന്നുള്ള പേരിൽ, അല്ലെങ്കിൽ ഏകാന്തൻ അല്ലെങ്കിൽ ഐസൊലേറ്റഡ് എന്നുള്ള പേരിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പിന്നെ എന്താണ് മ്യൂച്വൽസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ചില ആളുകൾ അങ്ങോട്ട് ഒരാളെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഒരാളെ പേര് എഴുതിയിട്ടുണ്ടാവും, അവൻ തിരിച്ച് ഇങ്ങോട്ടും പേര് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ മ്യൂച്വൽസ് എന്നുള്ള പേരിലൊക്കെയാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ക്ലിക്കുകൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അല്ലേ? ഒരു ട്രയാഡ്സ് ആയിട്ട് ഒരാൾ എ ആണെങ്കിൽ എ ബി ആയിട്ട് ഒരു ഫ്രണ്ട് ആയിരിക്കും. എയുടെ ഫ്രണ്ട് ബി ആയിരിക്കും, ബിയുടെ ഫ്രണ്ട് സി ആയിരിക്കും, സിയുടെ ഫ്രണ്ട് എ ആയിരിക്കും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ട്രയാഡ്സ് ആയിട്ട് വരുന്ന നിങ്ങൾ ക്ലിക്കുകൾ എന്നുള്ള പേരിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ സോഷ്യോമെട്രി അല്ലെങ്കിൽ സമൂഹ മിതി തയ്യാറാക്കിയത്, ഇതിന്റെ പ്രൊപ്പണന്റ് ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? JL മൊറീനോ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. JL മൊറീനോ എന്നുള്ള പേരാണ് സോഷ്യോമെട്രി. സമൂഹമിതി മൊറേനോ, മീമോ. ഓക്കെ, മിതി മൊറേനോ അങ്ങനെ പഠിച്ചു നോക്കുക. ഓക്കെ, മിമോ എന്ന് ഓർത്താൽ മതി, നിങ്ങൾക്ക് വന്നാൽ മറന്നു പോവില്ല, ഉറപ്പായിട്ടും മറക്കില്ല. അടുത്ത പോയിന്റിലേക്ക് വരാം. ഇനി അടുത്ത വൈഗോസ്കിയെ ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ് ആണ്. വൈഗോസ്കിയെ ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, ചില ഫാക്ട് ഇത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ചുവടെ തന്നിരിക്കുന്നതിൽ വൈഗോസ്കിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്, വൈഗോസ്കിയുമായി ബന്ധമില്ലാത്ത ഏതെന്നൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. നോക്കാം. സ്കഫോൾഡിങ് അല്ലെങ്കിൽ കൈത്താങ് എന്ന് പറയുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈഗോസ്കിയുമായി ബന്ധപ്പെട്ട ടേം ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. പിന്നെ വരുന്ന എന്താണ്? ZPD അല്ലെ? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? സമീപസ്ഥ വികാസ മണ്ഡലം. ഓക്കെ, സമീപസ്ഥ വികസന മണ്ഡലം അല്ലെങ്കിൽ ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ വൈഗോസ്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അടുത്തെന്താണ്? പിന്നെന്താണ്? ഈ രണ്ട് പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. സ്കഫോൾഡിങ് അതുപോലെ തന്നെ ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, ഇത് വൈഗോസ്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന 2-3 പോയിന്റിലേക്ക് വരാം. ഒന്ന്, യൂണിവേഴ്സൽ ഗ്രാമർ തിയറി അഥവാ സാർവലൗകിക വ്യാകരണ സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്? വ്യാകരണം അല്ലെങ്കിൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഏറെക്കുറെ എല്ലാത്തിൻ്റെ ആൻസർ ആരെന്നെയാണ്? നമ്മുടെ നോം ചോംസ്കി ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിന്റെ കൂടെ തന്നെ എന്താണ്, നിങ്ങൾ LAD അല്ലെ? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അഥവാ ഭാഷാർജന ഉപകരണം എന്നൊക്കെയുള്ള പേരിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്നത്. ആരാണ് കൊണ്ടുവന്നത്? നമ്മുടെ നോം ചോംസ്കി തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ലാഡ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സൽ ഗ്രാമർ ആയാലും നോം ചോംസ്കിയായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്,
ജെറോമസ് ബ്രൂണറുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതൊക്കെ ഞാൻ അങ്ങനെ പേര് ആദ്യം തന്നെ പറയാൻ കാരണം നമ്മൾ ഓൾറെഡി നിങ്ങൾ കേട്ടതായിരിക്കും. ഒന്ന്, ഡിസ്കവറി ലേണിംഗ് അഥവാ കണ്ടെത്തൽ പഠനം അല്ലെ. ഡിസ്കവറി ലേണിംഗ് അഥവാ കണ്ടെത്തൽ പഠനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രൂണറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നതാണ്, അറിയേണ്ടതാണ്. നെക്സ്റ്റ്, സ്പൈറൽ കരിക്കുലം അഥവാ ചാക്രിക ആരോഹണ രീതി അല്ലെ, അല്ലെങ്കിൽ സർപ്പിള സിലബസ് കരിക്കുലം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ സ്പൈറൽ കരിക്കുലം അല്ലെങ്കിൽ ചാക്രിക ആരോഹണ രീതി കൊണ്ടുവന്നതും ആ ഒരു കൺസെപ്റ്റ് ആയതാണ് ജെറോമസ് ബ്രൂണർ ആണ്. നമ്മുടെ അല്ലെ ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളിൽ നിന്നും നമ്മളിങ്ങനെ ലെവൽ കൂടി വരുന്ന രീതിയിലാണ് നമ്മുടെ കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു പ്രൊപ്പോണന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രൂണർ ആണ്. നെക്സ്റ്റ്, ആശയദാന മാതൃക, ആശയ സമ്പാദന മാതൃക എന്നൊക്കെ പറയാം. കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലാണ്. കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ കൊണ്ടുവന്നതും ആരെന്നെയാണ്? ബ്രൂണർ ആണ്, ജെറോമസ് ബ്രൂണർ ആണ്. അപ്പൊ ഡിസ്കവറി ലേണിംഗ് അഥവാ കണ്ടെത്തൽ പഠനം, പിന്നെ ചാക്രിക ആരോഹണ രീതി അല്ലെങ്കിൽ സ്പൈറൽ കരിക്കുലം, പിന്നെ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ അല്ലെ, ഇതൊക്കെ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇത് ആരോയി ബന്ധപ്പെട്ടിരിക്കുന്നു? കൃത്യമായിട്ട് മനസ്സിലാക്കുക, ജെറോമസ് ബ്രൂണർ ആണ്. അടുത്ത മൈക്രോ ടീച്ചിങ്, നിങ്ങൾ എല്ലാവരും ചെയ്ത് പരിചയപ്പെട്ട കാര്യമാണ് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. അന്ന് തന്നെ പഠിച്ചിട്ടുണ്ടാവും. ആരാണ് മൈക്രോ ടീച്ചിങ്? DW അലൻ ആണ്. ഓക്കെ, DW അലൻ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മൈക്രോ ടീച്ചിങ് അലൻ ആണ്. ഓക്കെ, അലൻ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. DW അലൻ ആണ് മൈക്രോ ടീച്ചിങ്. ഓക്കെ, മൈക്രോ ടീച്ചിങ് കൊണ്ടുവന്നത് അലൻ ആണ്. അടുത്തത്, ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി അഥവാ കക്ഷി കേന്ദ്രീകൃത ചികിത്സ. ഇത് ചിലപ്പോൾ ചില ആളുകൾക്ക് കുറച്ച് പുതിയതായിട്ടുള്ള ഫാക്ട് ആയിരിക്കും. ഓക്കെ, അതുപോലെ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ് അല്ലെങ്കിൽ നിർദ്ദേശരഹിത കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഈ 2 പോയിന്റും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ കാൾ റോജറുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഒന്ന് ക്ലയന്റ് സെന്റേർഡ് തെറാപ്പിയാണ്, കക്ഷി കേന്ദ്രീകൃത ചികിത്സ. പിന്നെ നിർദ്ദേശരഹിത കൗൺസിലിംഗ്. ഈ 2 പോയിന്റ് അങ്ങനെ എന്താണ് റയർ ഫാക്ട് ആയിട്ട് എടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ അതിൽ ഒരു തവണയായിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടത്. അപ്പോൾ എന്തുമില്ല, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. ഇനിയിപ്പോൾ ഇത് അഥവാ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ട് തന്നെയാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി അതുപോലെ തന്നെ നോൺ ഡയറക്റ്റീവ് കൗൺസിലിംഗ്, ഈ 2 പോയിന്റ് കാൾ റോജേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മയിൽ ജസ്റ്റ് വെക്കുക. ചിലപ്പോൾ നിങ്ങൾ വേണ്ട എന്ന് വിചാരിച്ച് ഒഴിവാക്കുന്നതായിരിക്കും നമ്മൾക്ക് പിന്നീട് മെമ്മറിയിൽ ഉണ്ടാവുക. എക്സാമിന് വന്നാലും നിങ്ങൾക്ക് അത് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, എന്താണ് നമ്മളൊന്ന് ഒഴിവാക്കിയെന്ന് ആലോചിച്ചാൽ മതി, അപ്പം വേഗം ഓർമ്മയിൽ വരും. ക്ലിയർ? നെക്സ്റ്റ്, അടുത്ത ടാറ്റ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞാണ് തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ്. ടാറ്റ് ഇത് വന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ക്രിസ്റ്റീന മോർഗൻ അതുപോലെ പിന്നെ ഹെൻറി ആൻഡ് മുറേ. ഓക്കെ, മോർഗൻ ആൻഡ് മുറേ എന്നാണ് നമ്മൾ ഒരുമിച്ച് പഠിക്കാറുള്ളത്. ഫുൾ നെയിം ഒന്നും പഠിക്കണ്ട, മോർഗൻ ആൻഡ് മുറേ എന്ന് ഓർത്താൽ മതി. ക്രിസ്റ്റീന മോർഗനും ഹെൻറി എ മുറേയും കൂടിയിട്ടാണ് ഈ പറഞ്ഞ തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് ഓക്കെ ടാറ്റ് കൊണ്ടുവന്നത്. അതിന്റെ പ്രൊപ്പണൻസ് ഇവരാണ്. ഓക്കെ, അപ്പൊ മോർഗൻ ആൻഡ് മുറേ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മോമു മറ്റേത് മിമോയാണ്, ഇത് മോർഗൻ ആൻഡ് മുറേ ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത് വാട്ട്, അതായത് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് കൊണ്ടുവന്നത് കാൾ യുങ് ആണ്. ഓക്കെ, കാൾ യുങ് ആണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഇത് ഈ ഒരു ഭാഗം ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ഇത് കഴിഞ്ഞ തവണത്തെ എക്സാം അല്ല, അതിന് മുന്നത്തെ ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു TAT. അതിൽ ചോദിച്ചത് ഇത് തന്നെയാണ്. ഓക്കെ, അതിൽ ചോദിച്ചാൽ TAT അല്ല, നെക്സ്റ്റ് പറയാൻ പോകുന്ന CAT ആണ് ചോദിച്ചത്. അതായത് ചിൽഡ്രൻസ് അപ്രസെപ്ഷൻ ടെസ്റ്റ്. ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബെല്ലാക്ക് ആണ്, ബെല്ലാക്ക്. ഓക്കെ, ചിൽഡ്രൻസ് അപ്രസെപ്ഷൻ ടെസ്റ്റ് ആരാണ്? ബെല്ലാക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ 3 ടെസ്റ്റുകൾ ഇപ്പോൾ പഠിച്ചു. TAT മോർഗൻ ആൻഡ് മുറേ ആണ് തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ്. പിന്നെ വരുന്ന വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ആണ്. അത് കൊണ്ടുവന്നത് ആരാണ്? കാൾ യുങ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ചിൽഡ്രൻസ് അപ്രസെപ്ഷൻ ടെസ്റ്റ് വരുന്നത് ബെല്ലാക്ക് ആണ്. അടുത്ത നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഫീൽഡ് തിയറിയാണ്. ഫീൽഡ് തിയറി അഥവാ ക്ഷേത്ര സിദ്ധാന്തം എന്ന് പറയും. ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കേർട്ട് ലെവിൻ ആണ്. നമ്മൾ അതിന്റെ തിയറി ഒക്കെ നിങ്ങൾ പഠിച്ചാണ് നമ്മൾ ടോപ്പിക്ക് ചെയ്താണ്. നമ്മൾ ഇങ്ങനെ ഒരു ഫുട്ബോളിന്റെ ഒരു ഫീൽഡ് വരച്ച പോലെ അല്ലെ, ഇങ്ങനെ ഒരു ചിത്രമൊക്കെ വരച്ച് നമ്മൾ ക്ഷേത്ര സിദ്ധാന്തം അഥവാ ഫീൽഡ് തിയറി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് കൊണ്ടുവന്ന കേർട്ട് ലെവിൻ ആണ്. അതുപോലെ അതിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഈ ലൈഫ് സ്പേസ്, ജീവിത രംഗം എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കാറുണ്ട്. കേർട്ട് ലെവിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ലൈഫ് സ്പേസ് അഥവാ ജീവിത രംഗം എന്ന് പറയുന്നത് ഈ നിങ്ങൾ അർത്ഥം മതി. ഫീൽഡ് തിയറി എന്ന് വെച്ചാൽ ഒരു ഫീൽഡ് ആണ്, അതുപോലെ തന്നെ അവിടെ തന്നെ ഒരു സ്പേസും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേർട്ട് ലെവിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ഡെവലപ്മെന്റൽ ടാസ്ക് അഥവാ വികസനോന്മുഖ തരണി. ഓക്കെ, അത് വേണ്ട, നമ്മളിപ്പോൾ റീസെന്റ് ആയിട്ട് ചെയ്ത ഒരു ക്ലാസ് നമ്മൾ ഇത് പറഞ്ഞതാണ് ഡെവലപ്മെന്റൽ ടാസ്ക് അല്ലെ. അപ്പൊ എന്താണ് വരിക? അത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ റോബർട്ട് ഹാവിഗസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഹാവിഗസ്റ്റ് എന്ന് ഓർത്താൽ മതി. ഡെവലപ്മെന്റൽ ടാസ്ക്. ഓക്കെ, ഡെവലപ്മെന്റൽ ടാസ്ക് ക്ലിയർ? അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. മലയാളം വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട്. ഇതിന്റെ നമ്മൾ പറഞ്ഞ സമയത്തുള്ള ഡെവലപ്മെന്റ് ടാസ്കിന്റെ മലയാളം വേർഡ് ഇതല്ല നമ്മൾ പറഞ്ഞത്. വികസന കൃത്യമായിട്ട് ഓർക്കുന്നില്ല പെട്ടെന്ന്. ഓക്കെ, റോബർട്ട് ഹാവിഗസ്റ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്തത് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ, അതായത് നേടാനുള്ള അഭിപ്രേരണ. ഓക്കെ, അച്ചീവ്മെന്റ് മോട്ടിവേഷൻ മെക്ലലൻഡ് ആണ്. നമ്മൾ ഇന്നലെ മിനിയാന്ന് 2-3 പോയിന്റ് അതിന്റെ കൂടെ തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സെഷനിലായിട്ട് ഏതൊരു സെഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ പവർ അല്ലെ. അധികാരത്തിനുള്ള ആഗ്രഹം. പിന്നെ എന്താണ്? അതുപോലെ
ആ 3 കാര്യങ്ങൾ, ആ 3 നീഡ്സ് നമ്മൾ പഠിച്ചതാണ്. അതൊക്കെ മെക്ലൻഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അച്ചീവ്മെന്റ്, മോട്ടിവേഷൻ അഥവാ നേടാനുള്ള അഭിപ്രേരണ ഇത് കൊണ്ടുവന്നത് മെക്ലൻഡുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനുള്ള സമയം നമുക്കില്ല, ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. ഇതാ മീനിങ് ഫുൾ വേർബൽ ലേണിംഗ്, അതായത് അർത്ഥപൂർണമായ ഭാഷാ പഠനം കൊണ്ടുവന്ന ആരാണ്? ഡേവിഡ് ഒസബൽ ആണ്. മീനിങ് ഫുൾ വേർബൽ ലേണിംഗ് കൊണ്ടുവന്നത് ഡേവിഡ് ഒസബൽ ആണ്. വേർബൽ ലേണിംഗ്, വേർബൽ, ഓക്കെ, ഒസബൽ, ഒസബൽ, വേർബൽ ഒസബൽ. അപ്പൊ മീനിങ് ഫുൾ വേർബൽ ലേണിംഗ്, അർത്ഥപൂർണമായിട്ടുള്ള ഭാഷാപര പഠനം കൊണ്ടുവന്നത് ആരാണ്? ഡേവിഡ് ഒസബലാണ്. പിന്നെ അഡ്വാൻസ്ഡ് ഓർഗനൈസർ എന്നുള്ള പേരിൽ ഇത് പറയാറുണ്ട്. അഡ്വാൻസ്ഡ് ഓർഗനൈസറും ഡേവിഡ് ഒസബലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ്, ഐഡന്റിറ്റി ക്രൈസിസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നെയാണ് അല്ലേ. ഐഡന്റിറ്റി ക്രൈസിസ് അല്ലെ ക്രൈസിസ് തിയറി എന്നൊക്കെ പറയാറുണ്ട് സിമ്പിൾ ആയിട്ട്. എറിക്സണുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്ന ഒരു വേർഡ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക, എറിക്സൺ ആണ്. അപ്പോൾ എറിക്സന്റെ തിയറി ഒക്കെ നമ്മൾ പഠിച്ചാണ് അല്ലേ. കൃത്യമായിട്ട് 8 സ്റ്റേജുകളൊക്കെ ആയിട്ട് നമ്മളന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി ഇതൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കേട്ടിട്ട് സൈക്കോളജി ക്ലാസ്, ടോപ്പിക് വൈസ് ക്ലാസ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ 1 by 1 ആയിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് വെച്ചാൽ റിസർച്ച് മെത്തേഡ് തന്നെയാണ്, കണ്ടെത്തി പഠിക്കൽ തന്നെയാണ്. അപ്പോൾ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് കൊണ്ടുവരുന്നതിരിക്കുന്ന ആരാണ്? ഹെൻറി ആംസ്ട്രോങ് ആണ്. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് ആംസ്ട്രോങ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഹ്യൂറിസ്റ്റിക് ഹെൻറി. ഓക്കെ, ഇതാ ഈ ഹെൻറിയിൽ നോക്കിയ HRY, ഇവിടെ നോക്കിയത് HRIക്ക് പകരം Y, ഹ്യൂറി. ഓക്കെ, ഹ്യൂറി, ഹെൻറി. ഓക്കെ, രണ്ടിലും അങ്ങനെയുണ്ട്, ഹ്യൂറി എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഹെൻറി ആംസ്ട്രോങ് ആണ്. ഇതൊക്കെ ജസ്റ്റ് ഒരു കോഡ് മാത്രമേ ഉള്ളൂ, ഇതൊന്നും ചിലപ്പോൾ ഓർമ്മയിൽ നിൽക്കണമെന്നില്ല, മനസ്സിലാക്കി നോക്കുക. നെക്സ്റ്റ്, ഒബ്സർവേഷൻ ലേണിംഗ് അഥവാ നിരീക്ഷണ പഠനം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഒബ്സർവേഷൻ ലേണിംഗ് അഥവാ നിരീക്ഷണ പഠനം എന്ന് പറയുന്നത് നമ്മുടെ ആൽബർട്ട് ബന്ദൂരിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ബോബോ ഡോളിന്റെ ഒരു എക്സ്പെരിമെന്റിലൊക്കെ നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലെ. റൂമിലേക്ക് നമ്മൾ കുറച്ച് കുട്ടികളെ കയറ്റി വിട്ടിട്ടുള്ള കുറച്ച് എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോബോ ഡോൾ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൽബർട്ട് ബന്ദൂര. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മോഡലിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം, ഇമിറ്റേറ്റ് ചെയ്യും കുട്ടികൾ അല്ലെ, മോഡലിംഗ് എന്ന് പറയുന്നതും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇതൊക്കെ ആൽബർട്ട് ബന്ദൂരിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിരീക്ഷണ പഠനം, ഒബ്സർവേഷൻ ലേണിംഗ് ഒക്കെ ആൽബർട്ട് ബന്ദൂരിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ തിയറിയൊക്കെ നമ്മൾ പിന്നെ വികാരിയസ് ലേണിംഗ് തിയറി എന്നും അറിയപ്പെടാറുണ്ട്. വികാരിയസ് ലേണിംഗ് തിയറി എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. നെക്സ്റ്റ്, ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്? പൗരാണിക അനുബന്ധന സിദ്ധാന്തം, ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെ. നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയത് തന്നെയാണ്. നമ്മുടെ ഡോഗുമായി ബന്ധപ്പെട്ട് നമ്മളൊരു എക്സ്പെരിമെന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാവ്ലോവുമായി ബന്ധപ്പെട്ടിരിക്കും അല്ലെ. പാവ്ലോയുടെ പട്ടി എന്നൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ് ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ക്ലാസിക്കൽ കണ്ടീഷനിങ് അഥവാ പൗരാണിക അനുബന്ധന സിദ്ധാന്തം പാവ്ലോയാണ്. എന്നാൽ ട്രയൽ ആൻഡ് എറർ, ശ്രമപരാജയ സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ട്രയൽ ആൻഡ് എറർ ലേണിംഗ് അല്ലെ, ശ്രമപരാജയ സിദ്ധാന്തം വരുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തൊണ്ടൈക്കാണ്. നിങ്ങൾ തൊണ്ടൈക്ക് എന്നുള്ള പേരിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തൊണ്ടൈക്കാണ്. തൊണ്ടൈക്കിന്റെ പൂച്ച അല്ലെ, പൂച്ചയിൽ കാറ്റിലാണ് എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇവിടെയാണ് ഡോഗ് അല്ലെ, ഡോഗ് അല്ലെങ്കിൽ പട്ടിയിൽ എക്സ്പെരിമെന്റ് നടത്തിയത് പാവ്ലോയാണ്. പിന്നെ വരുന്ന നോക്കിയേ, ഓപ്പറന്റ് കണ്ടീഷനിങ് അതായത് പ്രവർത്തന അനുബന്ധന സിദ്ധാന്തം. ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സംശയമൊന്നും വേണ്ട, നമ്മൾ റീഇൻഫോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ പഠിച്ചാണ്. സ്കിന്നർ ആണ് അല്ലെ, സ്കിന്നർ ആണ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്ന സിദ്ധാന്തം കൊണ്ടുവന്നത്. പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം സ്കിന്നർ ആണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ബുദ്ധിമുട്ടില്ലെന്ന് വിചാരിക്കുന്നു. കുറച്ച് സ്പീഡിൽ തന്നെയാണ് പോകുന്നത്, കാരണം നമ്മൾ സ്ലോ ആയി കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ മോഡൽ ഒന്ന് പോസ് ചെയ്ത് ജസ്റ്റ് വായിച്ചു പോയാൽ മതി. കുറേയൊക്കെ എല്ലാം എനിക്ക് തോന്നുന്നു ഇതിൽ റയറായിട്ടൊന്നും അധികം വന്നിട്ടില്ല നിലവിൽ, നിങ്ങളെല്ലാം കേട്ട് പഠിച്ചു തന്നെയായിരിക്കും. അടുത്ത ഡാൾട്ടൺ പ്ലാനിന്റെ പ്രൊപ്പോണന്റ് അല്ലെ, ആരോ ഡാൾട്ടൺ പ്ലാൻ കൊണ്ടുവന്നത് ഇത് പഠിച്ചാൽ മതി. ഹെലൻ പാർക്ക്ഹെസ്റ്റ് ആണ് കേട്ടോ. ഹെലൻ പാർക്ക്ഹെസ്റ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പാർക്ക്ഹെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഡാൾട്ടൺ പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഹെലൻ പാർക്ക്ഹെസ്റ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ പ്രൊപ്പോണൻസുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഇതിൽ പറയുന്നത്. കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, എന്തായാലും 1-2 ചോദ്യങ്ങൾ നമുക്ക് വരാൻ പോകുന്ന എക്സാമിന് ചോദിച്ചേക്കാം, ഉറപ്പായിട്ടും വരും. ഓക്കെ, ഇനിയിപ്പോൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യാത്ത ആളുകൾക്ക് ഇത് കാണുന്നുണ്ട്, കാരണം ഇനി വരാൻ പോകുന്നതിൽ അപ്ലൈ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ളവർ ഇപ്പോൾ തന്നെ ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഗുണം ചെയ്യും. നെക്സ്റ്റ്, അടുത്ത നമ്മൾ പിന്നെ കൃത്യമായിട്ടുള്ള 1-2 പോയിന്റ്. ഒന്ന് ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതാണ്. ഇതാ എവിടെയോ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രെയിൻ സ്റ്റോമിംഗ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ട് അല്ലെ. ഒസ്ബോണുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രൊപ്പണന്റ് ഒസ്ബോൺ ആണ്. എന്നാൽ സർഗാത്മകതയെ പരിപോഷിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം ചോദിച്ചാൽ എന്താണ്? ചിലപ്പോൾ ചുവടെ തന്നിരിക്കുന്നവർ സർഗാത്മകതയെ അഥവാ ക്രിയേറ്റിവിറ്റി അതിനെ പരിപോഷിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ബ്രെയിൻ സ്റ്റോമിംഗ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലുണ്ടാവണം, ഓർത്തിരിക്കുക. ഓക്കെ, ബ്രെയിൻ സ്റ്റോമിംഗ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ക്രിയേറ്റിവിറ്റിക്ക് ഏറ്റവും
കൂടുതൽ ഗുണം ചെയ്യുന്നത് തന്നെയാണ് ബ്രെയിൻ സ്റ്റോമിംഗ് മെത്തേഡാണ്. ഓക്കെ, അടുത്തത് മനഃശാസ്ത്രജ്ഞരും അവരുടെ ആശയങ്ങളുമായി നമ്മൾ ഒന്ന് രണ്ട് പോയിന്റ് പറയാനായിട്ട് പോകുന്നത് ഇതാ നോക്കാം. തൊണ്ടയ്ക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. തൊണ്ടയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, തൊണ്ടയ്ക്ക് എന്താണ്, പൂച്ചയിലാണ് എക്സ്പെരിമെന്റ് നടത്തിയതെന്നൊക്കെ നിങ്ങൾക്കറിയാം. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ശ്രമ പരാജയ സിദ്ധാന്തമാണ് തൊണ്ടയ്ക്കുമായി ബന്ധപ്പെട്ടത്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ തിയറി ഓഫ് കണക്ഷനിസം എന്ന് പറയപ്പെടുന്നുണ്ട്. അല്ല, കണക്ഷനിസം ആണ്. കണക്ഷനിസം അഥവാ സംബന്ധവാദവുമായി ബന്ധപ്പെട്ടതും നമ്മുടെ തൊണ്ടയ്ക്ക് തന്നെയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കും. പിന്നെ അദ്ദേഹത്തിന്റെ തിയറിയിൽ നമ്മൾ പ്രധാനപ്പെട്ട 3 നിയമങ്ങൾ, പ്രധാനപ്പെട്ട 3 നിയമങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ലോ ഓഫ് റെഡിനെസ് ആണ് അല്ലെ, സന്നദ്ധതാ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ലോ ഓഫ് എക്സസൈസ്, അഭ്യാസ നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെന്താണ് ലോ ഓഫ് എഫക്റ്റ് അല്ലെ, ഫല നിയമം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നിങ്ങളിപ്പം ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു എഫക്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ ആദ്യം നിങ്ങൾ മെന്റലി എല്ലാം റെഡി ആയിട്ടുണ്ടാവും സ്റ്റാർട്ടിങ് ഒരുപാട് കാലം മുന്നേ. അതായത് നോട്ടിഫിക്കേഷൻ വന്നു, ഇനി പഠിക്കണം, പഠിച്ചേ പറ്റൂ, വേറെ വഴിയില്ല എന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ മെന്റലി റെഡി ആയി. ദാറ്റ് ഈസ് എന്താണ് ലോ ഓഫ് റെഡിനെസ്. നമ്മൾ ഒരു കാര്യത്തിലേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കും, സന്നദ്ധരായി അല്ലെ. പിന്നെ നമ്മൾ ഓരോ പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് വരുന്നത് അല്ലെ. പഠിച്ച അവിടെ വെക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തിരിച്ചു നോക്കുന്നു, മറിച്ചു നോക്കുന്നു, റിവൈസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ലോ ഓഫ് എക്സസൈസ്. നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ഡേ പോകുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ ഒരു എഫക്റ്റ്, അതിന്റെ റിസൾട്ട് അപ്പോഴാണ് നമുക്ക് കിട്ടുക ആ പഠിച്ചതിന്റെ. അതാണ് ഇദ്ദേഹത്തിന്റെ 3 തിയറിയിൽ പറയുന്നത്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പിയാഷെയുമായി ബന്ധപ്പെട്ടിട്ടാണ്. പിയാഷെയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടേമുകൾ ഒന്ന് സ്കീമയാണ്. സ്കീമ അല്ലെ, എന്താണ് ചെറിയ ചെറിയ നോളജ് അല്ലെ, അറിവുകളുടെ ചെറിയ ചെറിയ ആ ഒരു അംശത്തെ നമ്മൾ വിളിക്കുന്നതാണ് അദ്ദേഹം സ്കീമ എന്നുള്ള പേരാണ് അറിയപ്പെട്ടത്. ഒരു നമ്മുടെ ചുറ്റുപാടിലേക്ക് ഒരു ചെറിയൊരു കുട്ടി ഇറങ്ങുമ്പോൾ അവന് പുതിയൊരു എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ടൊന്ന് അവൻ അറിയും, നേടും. ആ ഒരു ചെറിയ പോയിന്റ് ഓഫ് നോളജിനെ നമ്മൾ വിളിക്കുന്നതാണ് സ്കീമ എന്നുള്ള പേരിൽ. പിന്നെ ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്ന ഒരു വേർഡ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ജീൻ പിയാഷെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ അസിമിലേഷൻ, അക്കോമഡേഷൻ, ഈ പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇതൊക്കെ ഓപ്ഷനിൽ വരാറുണ്ട്. നമ്മൾ കഴിഞ്ഞ ഡിസ്കസ് എനിക്കൊന്ന് ഇപ്പം കഴിഞ്ഞ സർവീസ് ടീച്ചേഴ്സിനും ഇതേപോലത്തെ 2-3 പോയിന്റ് വന്നിട്ട് പിയാഷെയുമായി ബന്ധപ്പെട്ടത് അല്ലാത്തത് ഏതെന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞതാണ് അല്ലെ. അടുത്തത് പരിസ്ഥിതിയുമായി ഇടപെടുമ്പോൾ നമ്മുടെ വൈജ്ഞാനിക ഘടന ആർജിച്ചെടുക്കുന്ന പുതിയ വൈജ്ഞാനിക അംശങ്ങളോ നൈപുണ്യങ്ങളോ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്കീമ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ. അത് പിന്നെ നമ്മൾ ഡയറക്റ്റ് അങ്ങനെ നിങ്ങൾ ബൈഹാർട്ടൊന്നും ചെയ്ത് പഠിക്കണ്ട, അങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അനുകൂലനം എന്ന ആശയം ബന്ധപ്പെട്ടിരിക്കുന്നത് പിയാഷെയുമായി ആണ് കേട്ടോ. അനുകൂലനം മീൻസ് അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു ആശയവും ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പിയാഷെയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി പഠിച്ചിട്ടുണ്ട്. പിന്നെ ജനിതക വിജ്ഞാനം അഥവാ ജനറ്റിക് എപ്പിസ്റ്റമോളജി. ഓക്കെ, ഇത് ജനിതക വിജ്ഞാനമാണ്. ഈ ഒരു ഗ്രന്ഥം, ഈ ഒരു പേരിൽ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് ഇദ്ദേഹം. ഒന്ന് മനസ്സിലാക്കി വെക്കുക, പിയാഷെ ആണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇത് മുന്നേ റയർ ആയിട്ട് എപ്പോഴും എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടായിരുന്നു, അതിന് ശേഷം കണ്ടിട്ടൊന്നുമില്ല. കുട്ടികളെ കൊച്ചു ശാസ്ത്രജ്ഞന്മാർ അഥവാ ലിറ്റിൽ സയന്റിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചത് പിയാഷെ ആണ്. ഓക്കെ, കുട്ടികളെ ലിറ്റിൽ സയന്റിസ്റ്റ് അഥവാ കുട്ടി ശാസ്ത്രജ്ഞന്മാർ എന്ന് വിശേഷിപ്പിച്ചതും ആരെയാണ്, പിയാഷെ ആണ്. ക്ലിയർലി. അപ്പൊ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം ആണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ പിയാഷെയുടെ നമ്മുടെ സ്റ്റേജ് തിയറി ഉണ്ടല്ലോ, സ്റ്റേജ് തിയറിയാണ് അദ്ദേഹത്തിൻ്റെതും. അതിലുള്ള പ്രധാനപ്പെട്ട തിയറികളിൽ ഓരോ സ്റ്റേജസ് ആണ്. ഒന്ന് ഇന്ദ്രിയ ചാലകഘട്ടം, നിങ്ങൾ പഠിച്ചാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് അല്ലെ. 0 മുതൽ 2 വയസ്സ് വരെ, ജനനം മുതൽ ഏകദേശം 2 വയസ്സ് വരെ 24 മാസ കാലയളവിലുള്ള ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ഇന്ദ്രിയ ചാലകഘട്ടം എന്ന് പറയുന്നത്. നമ്മുടെ വസ്തുസ്ഥൈര്യം അല്ലെ, ഒബ്ജക്റ്റ് പെർമനൻസ്, അത് ആദ്യം ഉണ്ടാവുന്നില്ല, പിന്നീട് ഡെവലപ്പ് ചെയ്ത് വരുന്നതൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ പ്രാഗ് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. 3 മുതൽ ഏകദേശം 7 വയസ്സ് വരെയുള്ള 2 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് പ്രാഗ് മനോവ്യാപാര ഘട്ടം അല്ലെ. ഇവിടെ കുട്ടികളെ പഠിക്കുന്നത് സിംബോളിക് ആയിട്ടാണ് അല്ലെ, സിമ്പിൾസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ വരുന്നതാണ് നമ്മൾ 7 മുതൽ ഏകദേശം 11 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടമാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ശേഷം വരുന്നതാണ് അതിന്റെ മുകളിലേക്കുള്ള പ്രായഘട്ടമാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. രൂപാത്മക മനോവ്യാപാര ഘട്ടം എന്നും അറിയപ്പെടാറുണ്ട്. ഓക്കെ, ഇവിടെയാണ് അബ്സ്ട്രാക്ട് തിങ്കിങ്ങും നമ്മുടെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള, അതായത് കൂടുതൽ തിയററ്റിക്കൽ ആയിട്ടുള്ള ചിന്തകളൊക്കെ രൂപപ്പെടുന്നത് ഈ ഒരു പ്രായഘട്ടം മുതലാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ഇന്ദ്രിയജാല ഘട്ടത്തിന്റെ ആണ്, എന്താണ് സെൻസറി മോട്ടോർ സ്റ്റേജിന്റെയാണ് വസ്തുസ്ഥൈര്യം അല്ലെ, വസ്തുസ്ഥിരത അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാക്ക് ഓഫ് ഒബ്ജക്റ്റ് പെർമനൻസ് ഒന്നും ചോദിക്കാറുണ്ട്, ലാക്ക് ഓഫ് ഒബ്ജക്റ്റ് പെർമനൻസ് ഒന്നും ചോദിക്കാറുണ്ട്. വസ്തുസ്ഥൈര്യം ഇല്ലായ്മ എന്ന് പറയുന്നത് അത് ഈ ഒരു പ്രായഘട്ടത്തിൽ തുടക്കത്തിൽ ഇല്ല അല്ലെ, പിന്നീട് അത് ഡെവലപ്പ് ചെയ്യുന്നു. രണ്ടും ഇതേ ഘട്ടത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ പ്രാഗ് മനോവ്യാപാര ഘട്ടം, ആ ഒരു 2 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടം നിങ്ങൾ ഓർത്താൽ മതി അല്ലെ. 2 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് വെച്ചാൽ എന്താണ്, സിംബോളിക് പ്ലേ ആണ് അല്ലെ. ആംഗ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട്, സിമ്പിൾസ് ഒക്കെ കാണിച്ചുകൊണ്ടുള്ള കളികളിലൊക്കെയാണ് കുട്ടികൾ ഏർപ്പെടുന്നത്. ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പ്രായഘട്ടത്തിലാണ്. പിന്നെ ഈഗോസെൻട്രിസം അല്ലെ, അപ്പോൾ എന്താണ് പ്രതീകാത്മക ചിന്തനം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു പ്രായഘട്ടത്തിലാണ്. ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതാണ്.
വസ്തുക്കൾക്കും ആളുകൾക്കും സ്ഥലങ്ങൾക്കും ഒക്കെ പകരം പ്രതീകങ്ങൾ ഉപയോഗിക്കുന്ന ഘട്ടമാണ് ശരിക്കും പ്രാഗ് മനോവ്യാപാര ഘട്ടം. ഓക്കെ, നെക്സ്റ്റ് മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്, 7 വയസ്സ് മുതൽ ഏകദേശം ഒരു 11 പ്രായഘട്ടം വരെയുള്ളതാണ്. ഏതാണ്? കൺസർവേഷൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. കൺസർവേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ എന്താണ് കൺസർവേഷൻ. ഇപ്പൊ നമ്മൾ ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ നിങ്ങൾ ഒരേ അളവ് ജ്യൂസ് അല്ലെ, ഒരു കുട്ടിക്ക് ഇതാ കുറച്ച് പരന്ന വലിയ പാത്രത്തിൽ നിറച്ചും കൊടുക്കുന്നു. ഇതേ അളവ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, കുറച്ച് നീളം കൂടിയ ഒരു പാത്രത്തിലേക്ക്, ഒരു ചെറിയൊരു ബോട്ടിലേക്ക് കൊടുക്കുന്നു. രണ്ടിലും ഒരേ ക്വാണ്ടിറ്റി തന്നെയാണ് കൊള്ളുന്നതെന്ന് വിചാരിക്കുക. ഇതിലിപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഒരു 500 ml ജ്യൂസാണ് ഇതിൽ കൊള്ളുന്നെങ്കിൽ ഇതിലും 500 ml ജ്യൂസ് തന്നെ കൊള്ളുക. പക്ഷെ കുട്ടിയോട് ഇത് ഏത് വേണമെന്ന് ചോദിക്കുമ്പോൾ ഇതിന് മുന്നേയുള്ള പ്രായഘട്ടം വരെയുള്ള കുട്ടികൾ എന്ത് പറയും, എനിക്ക് ഇത് മതി എന്ന് പറയും. എന്തുകൊണ്ട്? ഇതിന് കുറച്ച് നീളം കൂടുതലുണ്ട്, കുട്ടി വിചാരിക്കും ഇതിലാണ് കൂടുതലുള്ളത് അല്ലേ. ആ കുട്ടിക്ക് ആ ഒരു തിരിച്ചറിവില്ല. പിന്നീട് അങ്ങോട്ട് കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വികാസമൊക്കെ സംഭവിക്കും, കുട്ടി മനസ്സിലാക്കും ഇതിലായാലും രണ്ടിലും ഒരേപോലെ തന്നെയാണ് കൺസർവേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് സീരിയേഷൻ ആണ്. അതുപോലെ റിവേഴ്സിബിൾ തിങ്കിങ് അല്ലെ, റിവേഴ്സിബിൾ തിങ്കിങ് എന്നൊക്കെ പറയുന്ന ഒരു ചിന്താഗതിയുണ്ട് അല്ലെ. അതായത് കുട്ടിയോട് ഇപ്പൊ കുട്ടിയുടെ അമ്മയെ കാണിച്ചിട്ട് ഇതാരാണെന്ന് ചോദിച്ചാൽ കുട്ടി പറയും എൻ്റെ അമ്മയാണെന്ന് പറയും അല്ലെ, അമ്മയാണെന്ന് പറയും. എന്നാൽ കുട്ടി അമ്മയുടെ ആരാണ് മോനെന്ന് തിരിച്ചു ചോദിച്ചാൽ കുട്ടിക്ക് അമ്മയുടെ മോനാണ് ഞാൻ എന്നല്ല പറയാനുള്ള ആ ഒരു ലെവലിലേക്ക് കുട്ടി വരുന്നതേ ഉള്ളൂ. അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ്. ഓക്കെ, റിവേഴ്സിബിൾ തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആകൃതിയും രൂപവും വ്യത്യാസപ്പെടുമ്പോൾ അളവിൽ മാറ്റം സംഭവിക്കുന്നില്ലെന്ന തിരിച്ചറിവിനെ ആണ് നമ്മൾ കൺസർവേഷൻ എന്ന് പറയുന്നത്. അതിപ്പം പറഞ്ഞത് ആകൃതിയും രൂപവും വ്യത്യാസപ്പെടുമ്പോൾ അളവിൽ മാറ്റം സംഭവിക്കുന്നില്ല അല്ലെ, രണ്ടിലും ഒരേ അളവ് തന്നെയാണ്, പക്ഷെ അതിന്റെ രൂപത്തിലേ മാറ്റുള്ളൂ എന്നുള്ള തിരിച്ചറിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കൺസർവേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. നെക്സ്റ്റ്, പുതിയ പ്രശ്ന സന്ദർഭങ്ങളെ പൂർവ്വ അനുഭവങ്ങളുമായി യുക്തിപൂർവ്വം ബന്ധിപ്പിക്കുന്നതിനുള്ള ശേഷിയാണ് പ്രത്യാവർത്തന ചിന്ത അഥവാ റിവേഴ്സിബിൾ തിങ്കിങ്. ഓക്കെ, നെക്സ്റ്റ്, ഇത് ഈ റിവേഴ്സിബിൾ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കെമിസ്ട്രിയിലെ ചില ഭാഗങ്ങൾ പഠിക്കുന്നതിൽ വളരെ ബുദ്ധിമുട്ടായി. കെമിസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു പിന്നെ കെമിക്കൽ റിലേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പഠിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ചുവടെ തന്നിരിക്കുന്നത് ഏതിലാണ് കുട്ടി ബുദ്ധിമുട്ട് നേരിടുന്നത്. അപ്പോൾ ഓപ്ഷനിൽ റിവേഴ്സിബിൾ തിങ്കിങ് ഉണ്ടായിരുന്നു. അതായത് കെമിസ്ട്രിയിലെ കെമിക്കൽ റിയാക്ഷൻസും അതിന്റെ ഇക്വേഷൻസ് ഒക്കെ ആകുമ്പോൾ എന്തോ നമ്മളിങ്ങനെ പണ്ട് ഫോർമുല ഒക്കെ എഴുതി പഠിക്കാറില്ല അല്ലേ, എന്താണ് H2 + O2 = എന്തോ അല്ലെ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് എന്തോ 2H2 എന്നോ അങ്ങനെ എന്തൊക്കെ ഓർമ്മയില്ല കൃത്യമായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അത് തിരിച്ചിട്ട് മറിച്ചിട്ടാകുമ്പോൾ കുട്ടിക്ക് ബുദ്ധിമുട്ടാവും. അതായത് രണ്ടു ഭാഗത്ത് ബാലൻസ് ഒക്കെ ആവണം. 2H2 + എന്തോ അല്ലെ 2O2 എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻസ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ റിവേഴ്സിബിൾ തിങ്കിങ്ങിന്റെ ലാക്ക് ഓഫ് റിവേഴ്സിബിൾ തിങ്കിങ് ആണ്, അതില്ലാത്തതിന്റെ ഒരു അവസ്ഥയാണ്. അപ്പൊ അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. നെക്സ്റ്റ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. 11 വയസ്സിന് മുകളിലാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്ന് നമ്മൾ അറിയപ്പെടും. അബ്സ്ട്രാക്ട് തിങ്കിങ്ങും ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോബ്ലം സോൾവിങ് മൈൻഡും മെന്റാലിറ്റിയും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡെവലപ്പ് ആയി നമ്മുടെ മൈൻഡ്. ഏകദേശം ഒരു 12 വയസ്സ് കാലഘട്ടത്തിലേക്ക് എത്തിയില്ല, കുറച്ച് വലിയ ഏജിലേക്ക് ആയി കുട്ടി. അപ്പോൾ ഏകദേശം ഈ പറഞ്ഞ രീതിയിലുള്ള തിങ്കിങ്ങും കാര്യങ്ങളൊക്കെ കുട്ടിയിൽ ഡെവലപ്പ് ആയി വരും. അതൊക്കെയാണ് ആ ഒരു പ്രായഘട്ടത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് അല്ലെ, വളർച്ചയും വികാസവുമാണ്. ഒന്നുമില്ല, ജസ്റ്റ് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ് മാത്രമാണ്. ഒന്ന്, വളർച്ച അഥവാ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഗ്രോത്ത് എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അതായത് ക്വാണ്ടിറ്റി നമുക്ക് കാണാൻ പറ്റും അല്ലെ, ക്വാണ്ടിറ്റി മീൻസ് നമുക്ക് അളന്നെടുക്കാൻ പറ്റുന്നതാണ്. ക്വാളിറ്റി വെച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെ, എന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ എന്റെ ക്വാണ്ടിറ്റി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേ രീതി, അത്രേ ഉള്ളൂ. ഓക്കെ, ചില സാധനങ്ങളൊക്കെ നമ്മൾ എന്താണ് ക്വാണ്ടിറ്റി കുറേ വാരി തിന്നു. ഇപ്പൊ ചോറ് നല്ലോണം നമ്മൾ വാരി തിന്നു, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലെ. എന്നാൽ ക്വാളിറ്റി ഉള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഒന്നും അധികം കയറ്റാതെ നമുക്ക് കുറച്ച് അധികം നട്സ് കഴിച്ചാൽ മതിയാവും. ഇപ്പോൾ ഒരുപാട് ചോറ് കഴിക്കുന്നതിന്, അരിയാഹാരം കഴിക്കുന്നതിന് പകരം ലേശം നട്സ് കഴിച്ചാൽ മതിയാവും. ഇതതിന്റെ ക്വാളിറ്റി ആണ്, ഇതതിന്റെ ക്വാണ്ടിറ്റി ആണ് അല്ലെ. അതുപോലെ തന്നെയാണ് വളർച്ച ഗുണപരമായ ഒരു പ്രക്രിയയാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. എന്നാൽ വികാസം ഗുണപരമായിട്ടുള്ളതാണ്, ക്വാളിറ്റി ആണ്. നെക്സ്റ്റ്, വളർച്ച ഒരു അനുസ്യൂത പ്രക്രിയ അല്ല അല്ലെ, കണ്ടിന്യൂസ് അല്ല. അനുസ്യൂത മീൻസ് കണ്ടിന്യൂസ്. ഗ്രോത്ത് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് അല്ല. ഒരു ടൈം കഴിഞ്ഞാൽ നമ്മളെ വളർച്ച നിന്നുവല്ലോ. പക്ഷെ ഡെവലപ്മെന്റ് അങ്ങനെയല്ല അല്ലെ, അനുസ്യൂതമായി നടക്കുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഡെവലപ്മെന്റ്. പഠിച്ചാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്നതിന് തൊട്ട് മുന്നേ അല്ലെ, പ്രീനാറ്റൽ സ്റ്റേജ് മുതൽ നമ്മുടെ മരണം വരെയും നടക്കുന്നുണ്ട് നമ്മുടെ ഡെവലപ്മെന്റ്. എങ്ങനെയൊക്കെയോ ആയിട്ടുള്ള ഡെവലപ്മെന്റ് വികാസങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അത് കണ്ടിന്യൂസ് ആണ്, മറ്റേത് എന്തല്ല, കണ്ടിന്യൂസ് അല്ല. വളർച്ച കണ്ടിന്യൂസ് അല്ല, അനുസ്യൂതമല്ല. നെക്സ്റ്റ്, വളർച്ച പരിപക്വനത്തോടെ അവസാനിക്കുന്നു അല്ലെ, മെച്യൂരിറ്റിയോട് കൂടിയിട്ട് അവസാനിക്കുന്നു. അത് നമ്മൾ പറഞ്ഞത് മെച്യൂർ ആവുന്ന ഒരു 18-20 വയസ്സോടു കൂടി ഏകദേശം അങ്ങ് അവസാനിക്കും. വികാസം അങ്ങനെയൊന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അത് വളർച്ച വികസനത്തിന് കാരണമായേക്കാം, അല്ലെന്നും വരാം അല്ലെ. ഗ്രോത്ത് എന്ന് പറയുന്നത് ഡെവലപ്മെന്റിന് കാരണമാവാം, അല്ലാതെയും വരാം. പക്ഷെ വളർച്ച ഇല്ലാതെ തന്നെ വികാസം സാധ്യമാണ്. ചില ആളുകളൊക്കെ വളർച്ച ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴേക്കും അവർക്ക് എന്താണ് വളർച്ച അവിടെ നിന്നിട്ടുണ്ടാവും. പക്ഷെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്, ബുദ്ധിപരമായിട്ട് എല്ലാ തരത്തിലുള്ള ഡെവലപ്മെന്റും അല്ലെ. കാരണം അങ്ങനെ ആയതുകൊണ്ടാണല്ലോ ചില ആളുകൾക്ക് ഭയങ്കര ഹൈറ്റ് കൂടിയ ആളുകളുണ്ട്, ചില ആളുകൾ ഹൈറ്റ് കുറഞ്ഞ പേരുണ്ട്. ഞാൻ ജസ്റ്റ് ഹൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ ഗ്രോത്ത് നല്ലോണം ഉണ്ട്, ഇവിടെയും ഗ്രോത്ത് ഒരു ടൈം ആകുമ്പോഴേക്കും ഗ്രോത്ത് അവിടെ നിന്നു. പക്ഷെ രണ്ടുപേരും ഡെവലപ്മെന്റ് കൃത്യമായിട്ട് പോയിട്ടുണ്ടാകും. ചിലപ്പോൾ ഗ്രോത്ത് കുറച്ച് നേരത്തെ നിന്നവരാണെങ്കിൽ അവിടെ ഡെവലപ്മെന്റ് കുറച്ചും കൂടെ നന്നായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ എന്തല്ല
ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഗ്രോത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഗ്രോത്ത് എന്ന് പറയുന്നത്, വളർച്ച എന്ന് പറയുന്നത് ഡെവലപ്മെന്റിന് സഹായകരം, അതിനെ ഹെൽപ്പും ചെയ്തേക്കാം, ഈ കാരണമല്ലാതെയും വന്നേക്കാം. ഓക്കെ, നെക്സ്റ്റ്, വളർച്ച ശാരീരികവും ഘടനാപരവുമായിട്ടുള്ള മാറ്റത്തെയാണ് കുറിക്കുന്നത്. വികാസം എന്നാൽ വ്യക്തിയുടെ സമഗ്ര മാറ്റമാണ്. ശാരീരികമാണ് അല്ലെ, നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ, അതാണല്ലോ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞത്, നമുക്ക് കാണാൻ പറ്റുമോ അത് കൃത്യമായിട്ട്. എന്നാൽ വികാസം നമുക്ക് അങ്ങനെ പറ്റില്ല, അത് സമഗ്രമായിട്ട് മൊത്തത്തിലുള്ള മാറ്റമാണ്. മൊത്തത്തിൽ അത് നമ്മുടെ വളർച്ച ശാരീരികമായിട്ടുള്ളതും ആവാം, നമ്മുടെ മാനസികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വളർച്ചയാവും അല്ലെ, വൈകാരികമായിട്ടുള്ള വികാസം എല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മുടെ വികാസം. നെക്സ്റ്റ്, വളർച്ചയ്ക്ക് പരിപക്വനവുമായോ പഠനവുമായോ ബന്ധമൊന്നുമില്ല. വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അത് ശരിക്കും ഒന്ന് മനസ്സിലാക്കുക. ഈ ഒരു സാധനം, ഈ ഒരു പോയിന്റ് ക്വസ്റ്റ്യൻ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഗ്രോത്ത് അഥവാ വളർച്ച എന്ന് പറയുന്നതിന് പരിപക്വനം, മെച്യൂരിറ്റി അതുമായിട്ടോ നമ്മുടെ ലേണിംഗ് ഒന്നായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. നമ്മൾ പഠിക്കാതെ ഇരുന്ന് പൊട്ടന്മാരെ പോലെ നമ്മൾ നടന്നാലും നമ്മുടെ ടൈം വരും, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരുന്നുണ്ട് അല്ലെ. ഞാൻ കളിയാക്കിയാലും ഞാൻ ജസ്റ്റ് തമാശ നമുക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. നമ്മളൊന്നും പഠിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, ഒന്നും പ്രകൃതിയിൽ നിന്നോ ബുക്കിൽ നിന്നോ ഒന്നും നമ്മളൊന്നും വായിക്കുന്നില്ല. എന്നാലും നമ്മൾ വായിക്കാണ്ടിരുന്ന നമ്മൾ വളരാണ്ടില്ലല്ലോ. കൃത്യമായിട്ട് ടൈം വരും, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അനുസരിച്ച് നമ്മൾ ഗ്രോത്ത് നടക്കുന്നുണ്ട്. അപ്പൊ വളർച്ചയ്ക്ക് എന്തില്ല, പരിപക്വമായിട്ടുള്ളൂ, നമ്മളെ പഠനമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. എന്നാൽ വികാസം എന്ന് പറയുന്നത് എന്താണ്, ഡെവലപ്മെന്റ് എന്താണ്, നമ്മുടെ മെച്യൂരിറ്റിയായി ബന്ധപ്പെട്ടിട്ട് അല്ലെ, പരിപക്വതയെയും പഠനത്തെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നുണ്ട്. നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതൊക്കെ നമ്മുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും അല്ലെ. എന്ന് വെച്ചാൽ പുസ്തകത്തിൽ നിന്ന് മാത്രമുള്ള അറിവല്ല, നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡെയിലി നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അതൊക്കെ നമ്മുടെ ഇതിന് മാറ്റം വരുത്തുന്നുണ്ട് വികാസത്തെ. ഇനി വളർച്ച അപ്രവചനീയമാണ് അല്ലെ, വികാസം പ്രവചന സാധ്യമാണെന്നാണ്. ഇത് പ്രഡിക്റ്റബിൾ അല്ല വളർച്ച എന്ന് പറയുന്നത്. ഇന്ന് കൃത്യമായിട്ട് ഇങ്ങനെ പോകും എന്നൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വികാസം എന്താണ്, പ്രവചന സാധ്യമാണ് എന്നാണ് പറയുന്നത്. പിന്നെ മനസ്സിലാക്കുക, നിങ്ങൾ DGP എന്നുള്ള ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ടേക്സ് പ്ലേസ് ഫ്രം ജനറൽ ടു പെർട്ടിക്കുലർ. ഓക്കെ, ആദ്യം പൊതുവായ രീതിയിലാണ്, പിന്നെയാണ് പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെവലപ്മെന്റ് പോവുക. ഇതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. നെക്സ്റ്റ്, ഫാന്റസി സ്റ്റേജ് എന്നറിയപ്പെടുന്നത് നമ്മൾ ശരിക്കും ഇൻഫാൻസി ആണ് കേട്ടോ. ഫാന്റസി സ്റ്റേജ്, ഇത് ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഫാന്റസി സ്റ്റേജ്. പക്ഷെ അതിനെ മലയാളീകരിച്ചത് അയഥാർത്ഥ ഭാവനയുടെ കാലം എന്നൊക്കെ അങ്ങനെ കാണാറില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. യഥാർത്ഥമല്ലാത്തത്, ഓക്കെ, അല്ലാത്ത ഭാവനയുടെ കാലമാണ് നമ്മുടെ ഫാന്റസി. ഫാന്റസി പറഞ്ഞാൽ അതാണല്ലോ അല്ലെ, യഥാർത്ഥമല്ല ഭാവനയാണ്. അപ്പോൾ ഇൻഫാൻസി സ്റ്റേജിലാണ് ഈ ഒരു കാലഘട്ടം വരുന്നത്. സംഘബന്ധ പൂർവ്വകാലം, അതായത് നമ്മുടെ പ്രീ ഗാങ് ഏജ് ആണ്. പ്രീ ഗാങ് ഏജ് എന്നറിയപ്പെടുന്നത് ഏത് പ്രായത്തിലായിരിക്കും, നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡ് ആണ്. 2 വയസ്സ് മുതൽ മുന്നോട്ടേക്ക് പോകുന്ന ചെറിയൊരു ടൈം പീരീഡ് ആണ്. അപ്പൊ ഏർലി ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലാണ് ശരിക്കും നമ്മൾ എന്തറിയപ്പെടുന്നത്, ഈ പറഞ്ഞ പ്രീ ഗാങ്. അത് നമുക്ക് ഗാങ് ഒന്നും ആവുന്നില്ല, അതിലേക്ക് പോകുന്നതേ ഉള്ളൂ, ഡെവലപ്മെന്റ് അതിലേക്ക് എത്തുന്നേ ഉള്ളൂ അല്ലെ. ഏർലി ചൈൽഡ്ഹുഡ് ആണ്. നെക്സ്റ്റ്, ടോയ് ഏജ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത് തന്നെയാണ് ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ തന്നെയാണ് ഈ ടോയ് ഏജ്. കാരണം ആ സമയത്ത് നമ്മൾ കളിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ഓക്കെ, കളിപ്പാട്ടങ്ങളുടെ കാലമാണ് അത്. പ്രീ ഗാങ് ഏജ്, ഇത് രണ്ടും സെയിം ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ടോയ് ഏജ് ആയാലും പ്രീ ഗാങ് ഏജ് ആയാലും എന്ത് ചെയ്യുക, സെയിം ആണെന്ന് മനസ്സിലാക്കുക. ഏർലി ചൈൽഡ്ഹുഡ് ആണ്. നെക്സ്റ്റ്, സംഘബന്ധങ്ങളുടെ കാലം എന്നറിയപ്പെടുന്നതാണ് ഇത് ലേറ്റർ ചൈൽഡ്ഹുഡ് ആണ്. ഏർലി ചൈൽഡ്ഹുഡിന് ഗാങ് ഇല്ല, എന്നാൽ ഗ്രൂപ്പ് വരുന്നത് ലേറ്റർ ചൈൽഡ്ഹുഡിലേക്ക് പോകുമ്പോഴേക്കാണ്. അതാണ് ഗാങ് ഏജ് എന്നറിയപ്പെടുന്നത് ലേറ്റർ ചൈൽഡ്ഹുഡ് ആണ് എന്നുള്ള ഒരു മനസ്സിലാക്കുക. പിന്നെ പൊരുത്തപ്പെടലിന്റെ കാലം അഥവാ ഏജ് ഓഫ് കൺഫോമിറ്റി, അതും ലേറ്റർ ചൈൽഡ്ഹുഡ് തന്നെയാണ്. അപ്പോൾ ഗാങ് ഏജ് എന്നറിയപ്പെടുന്നതും അതുപോലെ ഈ പറയുന്ന ഏജ് ഓഫ് കൺഫോമിറ്റി ഒക്കെ ലേറ്റർ ചൈൽഡ്ഹുഡ് തന്നെയാണ് അറിയപ്പെടുന്നത്, പൊരുത്തപ്പെടലിന്റെ കാലഘട്ടം. ഇനി പരിവർത്തനത്തിന്റെ കാലം എന്നറിയപ്പെടുന്നുണ്ട്. പരിവർത്തനം നമുക്ക് കാര്യമായിട്ട് നടക്കുന്നത് നമ്മുടെ അഡോളസെന്റ് പീരീഡിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതിനെ അറിയപ്പെടുന്നതാണ് പീരിയഡ് ഓഫ് ട്രാൻസിഷൻ എന്നറിയപ്പെടും. പരിവർത്തനത്തിന്റെ കാലം അഥവാ പീരിയഡ് ഓഫ് ട്രാൻസിഷൻ എന്ന് നമ്മൾ അറിയപ്പെടും. അതാണ് അഡോളസെന്റ് പീരിയഡ്. ഓക്കെ, അതുപോലെ പീരിയഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ക്ഷോഭത്തിന് സ്പർദ്ധയുടെയും കാലഘട്ടം എന്നൊക്കെ അറിയപ്പെടുന്നത് അഡോളസെന്റ് പീരീഡ്, കൗമാര കാലഘട്ടത്തെയാണ്. പിന്നെ പീരിയഡ് ഓഫ് ടെമ്പററി ഇൻസാനിറ്റി, അതായത് താൽക്കാലിക ബുദ്ധിഭ്രമത്തിന്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നതും ഏതന്നെയാണ്, നമ്മുടെ അഡോളസെന്റ് പീരീഡ്, കൗമാര കാലഘട്ടമാണ്. ഓക്കെ, കുട്ടികൾ ഈ ഒരു സമയത്ത് മാനസികമായിട്ടുള്ള പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ 12 മുതൽ പിന്നെ 18 വരെയുള്ള ഒരു പ്രായകാലം കുട്ടികളെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ കാര്യമായിട്ട് അവരെ കൂടെ നമ്മൾ ചേരണം. അവരെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഇങ്ങനെ കണ്ടമാനം ചീത്ത പറയോ അല്ലെങ്കിൽ സംശയാസ്പദമായിട്ട് കാണും. ഇപ്പോൾ പെൺകുട്ടികൾക്ക് സ്കൂളിലെല്ലാം പോയിട്ട് ഒരു 10 മിനിറ്റ് ലേറ്റ് ആയാൽ ചില പേരൻസ് ഒക്കെ ഇങ്ങനെ സംശയത്തോടെ ഇങ്ങനെ ചോദിക്കും, നീ എവിടെ പോയി, ആരോടെ പോയി, ഇങ്ങനെ ആ രീതിയിൽ ചെയ്യുമ്പോൾ അവർക്ക് ഈ ഒരു ടൈം പീരീഡ് ഇങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെയാണ്, അത് നമ്മൾ അവരെ വിചാരിച്ചാവുന്നതല്ല, ഇങ്ങനെ അതുകൊണ്ടാണല്ലോ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ടൈം പീരീഡ് ആയതുകൊണ്ട് അവരുടെ മനസ്സിൽ പല ചിന്തകളും വരും. അങ്ങനെ നമ്മൾ നിരന്തരം അവരെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരുപക്ഷെ ഈ പാരൻസിനോടുള്ള സ്നേഹ കുറവ് വരും, അവിടെ ഒരു വിശ്വാസം ഇല്ലായ്മയാവും. അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ കുട്ടികൾ ഇങ്ങനെ മനസ്സിലായി, അവർക്ക് അവരുടെ തിങ്കിങ്ങിന് അപ്പുറത്തേക്കാണ് ആ ഒരു ടൈം പീരീഡ്. അപ്പൊ അവരെന്ത് ചെയ്യും, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയാണ് ഈ സൂയിസൈഡിലേക്കെല്ലാം പോകുന്നത്. ചില ആളുകളിൽ ഇങ്ങനെ പല കാര്യം ചെറിയ കാര്യങ്ങളായിരിക്കും നമുക്ക് തോന്നുന്നതാണ് ചെറിയ കാര്യങ്ങൾ, അതൊന്ന് ജസ്റ്റ് നമ്മളോട് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. അപ്പൊ അങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു വലിയ ഒരു പ്രശ്നത്തിലേക്ക്, ഓക്കെ, സൂയിസൈഡിലേക്കൊക്കെ എത്തിച്ചേരുന്നത് ഈ ഒരു ടൈം ഇങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടമാണ് ശരിക്കും എല്ലാവരും പറയുന്നത്, കൃത്യമായിട്ട് അവരെ ശ്രദ്ധിക്കണം.
അല്ലെ? ഇതാണ് ചിലപ്പോൾ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് ചിലപ്പോൾ ചില ടീച്ചേഴ്സിനൊക്കെ കുട്ടികൾ തല്ലുന്നൊക്കെ കാണുന്നില്ലേ? അപ്പൊ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അതായത് ടെമ്പററി ഇൻസാനിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു ടൈമിലാണ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, പല തരത്തിലുള്ള ഇമിറ്റേഷനിലേക്ക് പോകുക. ഇപ്പോൾ ഒരാൾ സ്മോക്ക് ചെയ്യുന്നത് കാണുമ്പോൾ ചിലപ്പോൾ അത് ട്രൈ ചെയ്യാൻ തോന്നും. അങ്ങനെ ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വഴിതെറ്റി പോകുക പറയും. വഴിതെറ്റിയാലും ഇതാണ് ഒരു വഴി. ഓക്കെ, അപ്പോൾ നല്ല വഴി എന്ന് നമ്മൾ പറയാറുണ്ട്. നല്ലതായാലും മോശമായാലും ഒരു സ്ഥലത്ത് എത്തിയാൽ അവിടുന്ന് തെറ്റാനുള്ള സാധ്യത കൂടുതൽ ഇവിടെയാണ്. ഇപ്പൊ ഡ്രിങ്കിങ് ഒരു ഹോബിറ്റായി മാറുന്നതൊക്കെ ഈ ഒരു ടൈം പീരീഡിലാണ്. അവരുടെ ഫ്രണ്ട്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്യും. എന്നാൽ അതിലൊന്നും ഉൾപ്പെടാതെ ഇതൊക്കെ കൃത്യമായി കൺട്രോൾ ചെയ്ത് പോകുന്നതും ഒരു കഴിവാണ്. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അങ്ങനെയുള്ളവർ ഇതിലൊക്കെ ഒന്നും പെടാതെ നേരെ പോകുന്നവരും ഉണ്ട്. ഓക്കെ, അപ്പോൾ വഴി തെറ്റിക്കോ വെച്ചാൽ രണ്ട് രീതിയിലും പറയാം. ഒന്ന് നല്ല വഴിയിലേക്ക് എത്തിക്കോ, അല്ലെ മോശം വഴിയിലേക്ക് പോകാൻ നിൽക്കുന്ന നേരെ വഴി തെറ്റിച്ച് നല്ലതിലേക്ക് എത്തിക്കോ എന്നുള്ളതിനും വഴി തെറ്റിക്കോ എന്ന് പറയും. ഇനി എന്താണ്, നേരെ തിരിച്ചും നമുക്ക് പറയാം, അതും വഴി തെറ്റിക്കൽ തന്നെയാണ് അല്ലെ? മോശത്തിലേക്ക് പോയവരെ നേരെ നമ്മൾ വഴി തെറ്റിച്ച് നല്ലതിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, ഇനി നല്ലതിലേക്ക് പോകാതെ ഇങ്ങോട്ട് പോകാൻ നിൽക്കുന്നവരെ നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക. ഈ ഒരു പീരീഡാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. കൗമാര കാലഘട്ടമാണ്. നെക്സ്റ്റ് ബുദ്ധി സിദ്ധാന്തങ്ങളാണ്. ഇന്റലിജൻസ് തിയറി ആണ്. ഇവിടെ ഏകഘടക സിദ്ധാന്തം ഉണ്ട് അല്ലെ? ഏകഘടക സിദ്ധാന്തം ഉണ്ട്. സിംഗിൾ ഫാക്ടർ തിയറി ഉണ്ട്. ഏകഘടക സിദ്ധാന്തം അത് നിങ്ങൾ ജോൺസൺ എന്നുള്ള പേര് പഠിച്ചാൽ മതി. ഓക്കെ, ജോൺസൺ എന്നുള്ള പേര് നിങ്ങൾ പഠിച്ചാൽ മതി ഏകഘടക സിദ്ധാന്തത്തിൽ. പിന്നെ ദ്വിഘടക സിദ്ധാന്തം നമ്മൾ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരുപാട് പഠിച്ചു. അത് ആരാണ്? ടു ഫാക്ടർ തിയറി എന്ന് പറയുന്നത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? സ്പിയർമാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ പഠിച്ചത് തന്നെയാണ് അല്ലെ? സ്പിയർമാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഒന്ന് ജി ഫാക്ടർ, രണ്ടാമത്തെ എസ് ഫാക്ടർ അല്ലെ? അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ജനറൽ ഫാക്ടർ ഉണ്ട്, ഒരു സ്പെസിഫിക് ഫാക്ടർ ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം, ഇമ്പോർട്ടന്റ് ആണ്. കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് ഏതാണ്? ഈ പറയുന്ന ടു ഫാക്ടർ തിയറിയാണ്. പിന്നെ വരുന്ന മൾട്ടി ഫാക്ടർ തിയറി എന്ന് പറയും, അല്ലെങ്കിൽ അനാർക്കി തിയറി എന്ന് പറയും. ബഹുഘടക സിദ്ധാന്തം എന്ന് നമ്മൾ അതിനെ പറയും. അത് കൊണ്ടുവന്നത് തൊണ്ടൈക്കാണ്. തൊണ്ടൈക്കാണ്. അപ്പൊ മൾട്ടി ഫാക്ടർ തൊണ്ടൈക്കാണ്, ബഹുഘടക സിദ്ധാന്തം എന്ന് നമുക്ക് പറയാം. അടുത്തത് ഗ്രൂപ്പ് ഫാക്ടർ തിയറിയാണ്. ഗ്രൂപ്പ് ഫാക്ടർ തിയറി തേഴ്സ്റ്റൺ ആണ് കൊണ്ടുവന്നത്. തേഴ്സ്റ്റൺ ആണ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി കൊണ്ടുവന്നിരിക്കുന്നത്. തേഴ്സ്റ്റൺ ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സംഘഘടക സിദ്ധാന്തം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഗണഘടക സിദ്ധാന്തം തേഴ്സ്റ്റൺ ആണ്. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാറില്ല, വല്ലപ്പോഴും റയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്താണ്? ഇവിടെ ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നുണ്ട്. ഇത് ടു ക്ലസ്റ്റർ തിയറിയാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഫ്ലൂയിഡ് ഇന്റലിജൻസ് അതുപോലെ തന്നെ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്. ഓക്കെ, ഈ രണ്ട് ഇതിന്റെ കൃത്യം മലയാളം നമ്മൾ പഠിച്ച് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല കേട്ടോ, മറന്നുപോയിട്ടുണ്ട്. ഓർമ്മയില്ലവരും നോക്കുക. ഫ്ലൂയിഡ് ഇന്റലിജൻസ് അതുപോലെ തന്നെ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ്, ഈ രണ്ട് രീതിയിലുള്ളത് കാറ്റലാണ്, റെയ്മണ്ട് കാറ്റലാണ്. അപ്പൊ കാറ്റലായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് ചോദ്യം വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ബുദ്ധിഘടന മാതൃക, നമ്മുടെ ത്രിമുഖ സിദ്ധാന്തം അല്ലെ? SOI എന്ന് പറയാറുണ്ട്. അതായത് സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് മോഡൽ ആണ്. SI മോഡൽ എന്ന് നമ്മൾ പഠിക്കുമെങ്കിലും ഒരു തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിന് നീട്ടിയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, SOI എന്ന് മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഓർമ്മയിൽ വരില്ല. അപ്പൊ ഇതെന്താണ്? സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്, അതായത് നമ്മുടെ ത്രിമുഖ സിദ്ധാന്തം. ഓക്കെ, ബുദ്ധിഘടന മാതൃകയാണ്, 3 ഡയമെൻഷണൽ മാതൃകയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അത് കൊണ്ടുവന്നത് ആരാണ്? ഗിൽഫേർഡുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇതിൽ ഓർത്തിരിക്കുക. ഗിൽഫേർഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് ത്രിമുഖ സിദ്ധാന്തം. അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 3 ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്തൊക്കെയാണ്? ഒന്ന് പ്രവർത്തനം അഥവാ ഓപ്പറേഷൻസ് ആണ്. 2 ഉള്ളടക്കം കണ്ടന്റ് ആണ്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ്, ഓക്കെ, ഫലം. അപ്പൊ ഇത് മൂന്നാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അതിൽ ഉൾപ്പെടാത്ത ഒരു പോയിന്റ് ആണ് ഇവാലുവേഷൻ. ഓക്കെ, ഇവാലുവേഷൻ എന്തില്ല, അതിൽ വരുന്നതല്ല. അപ്പൊ നമ്മൾ എനിക്കൊന്ന് 1-2 തവണ ഡിസ്കസ് ചെയ്തതിലും ഈ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാണ് അവർ ഓപ്ഷനിൽ കയറ്റിയത്. ഇവാലുവേഷൻ ഒന്നും അതിൽ ഉൾപ്പെടുന്നതല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നെക്സ്റ്റ് ത്രിമൂർത്തി സിദ്ധാന്തം, ട്രയാർക്കി തിയറി അല്ലെ? ത്രിമൂർത്തി എന്നാണോ നമ്മൾ പറഞ്ഞത്? മലയാളം വേർഡ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ട്രയാർക്കിക് തിയറം സ്റ്റേൺബർഗ് ആണ്. സ്റ്റേൺബർഗ് ആണ് കൊണ്ടുവന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. ട്രയാർക്കിക് തിയറം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ച് പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ ആകെ മാറിപ്പോകുന്ന സ്റ്റേൺബർഗിന്റെ ട്രയാർക്കിക് തിയറിയും അതുപോലെ ഗ്രൂപ്പ് ഫാക്ടർ തിയറി തേഴ്സ്റ്റൺ ആണ്. അത് മാറാതെ നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾക്കറിയാം മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി അല്ലെ? തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അല്ലെങ്കിൽ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം കൊണ്ടുവന്നത് ഹവാർഡ് ഗാർഡനർ ആണ്. ഹവാർഡ് ഗാർഡനർ ആണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിൽ പ്രധാനമായിട്ട് 9 തരം ബുദ്ധികൾ ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഒന്ന് ഭാഷാവാചികം, അതായത് ലിംഗ്വിസ്റ്റിക് വെർബൽ ഇന്റലിജൻസ് ആണ്. നെക്സ്റ്റ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണ്. യുക്തിപര ഗണിതപരമായിട്ടുള്ള ബുദ്ധിയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ്. ദൃശ്യ സ്ഥലപര ബുദ്ധിയാണ്. അടുത്തത് മ്യൂസിക്കൽ റിതമിക് ഇന്റലിജൻസ് ആണ്. സംഗീതപരമായിട്ടുള്ള ഒരു ബുദ്ധിയാണ് അവിടെ വരുന്നത്. പിന്നെ ബോഡിലി കൈനസ്തെറ്റിക് ആണ്, അതായത് ശാരീരിക ചലനപരമായിട്ടുള്ള ബുദ്ധിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ? പിന്നെ ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ട്, ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസും ഉണ്ട് അല്ലെ? ഇന്റർ പേഴ്സണൽ എന്ന് പറയുന്നത് വ്യക്തികൾക്കിടയിലുള്ളതാണ്. 2 വ്യക്തികൾ തമ്മിലുള്ളതാണ് ഇന്റർ പേഴ്സണൽ. ചില ആളുകൾക്ക് വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ വരും, അതാണ് ഇന്റർ പേഴ്സണൽ. ഇൻട്രാ എന്ന് പറഞ്ഞാൽ ആന്തരിക വൈയക്തിക ബുദ്ധി, ഒരു വ്യക്തിയുടെ ഉള്ളിലാണ് ഇൻട്രാ. ഓക്കെ, ഇൻട്രാ എന്ന് പറയുന്നത് ക്ലിയർ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിന്റെ കൂടെ വരുന്ന ഒന്ന് പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധിയാണ്, നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. ആദ്യം 8 ബുദ്ധികളെ കുറിച്ചാണ് പറഞ്ഞത്. പിന്നെയാണ് അതിൽ എക്സ്റ്റൻഷ്യലിസം അഥവാ
അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധി ഒക്കെ വരുന്നത് അതിലാണ്. ഓക്കെ, അത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പൊ നിലവിൽ 9 ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തത് വരുന്നത് വൈകാരിക ബുദ്ധിയാണ്. ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. ഇമോഷണൽ ഇന്റലിജൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ഡാനിയൽ ഗോൾമാൻ ആണ്. ഇമോഷണൽ ഇന്റലിജൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ഡാനിയൽ ഗോൾമാൻ ആണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പീറ്റർ സലോവിയും ജോൺ മേയറും. ഇവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത് കേട്ടോ, ഈ പറയുന്ന വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അത് ക്വസ്റ്റ്യൻ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു. ഡാനിയൽ ഗോൾമാൻ ഓപ്ഷൻ ഇല്ലെങ്കിൽ പീറ്റർ സലോവി ആൻഡ് ജോൺ മേയർ. ഓക്കെ, ഈ ഒരു ടേം ഒക്കെ കൊണ്ടുവന്ന് ആ രീതിയിൽ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾ അത്രയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട പിന്നെ എമ്പത്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും സെൽഫ് അവയർനെസ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഡാനിയൽ ഗോൾമാൻ ആയിട്ട് തന്നെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇവർ മൂന്നാളായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ഇന്റലിജൻസ് ക്വോഷ്യന്റ് ആണ്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. IQ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, IQ എന്ന് പറയുന്നത് ഈ ഒരു IQ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് വില്യം സ്റ്റേൺ ആണ്. വില്യം സ്റ്റേൺ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഒരാളുടെ പിന്നെ മാനസിക വയസ്സും കാലിക വയസ്സൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നിങ്ങളോട് ചോദിക്കും ഒരാളുടെ മാനസിക വയസ്സ് ഒരു ഫോർ എക്സാമ്പിൾ ഒരാളുടെ മാനസിക വയസ്സ് ഒരു 10ഉം അല്ലെങ്കിൽ ഒരു 11ഉം, കാലിക വയസ്സ് കാലിക വയസ്സ് അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് ഒരു 10 കൊടുക്കാം. 10 ആണെങ്കിൽ അദ്ദേഹത്തിന്റെ IQ എത്രയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്റലിജൻസ് ക്വോഷ്യന്റ് എത്രയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിന് നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിലൊക്കെ ഒരുപാട് തവണ പറഞ്ഞാണത്. എന്താണ് IQ ആണെങ്കിലും ഫോർമുല MA/CA × 100 ആണ്. അതായത് മാനസിക വയസ്സിനെ കാലിക വയസ്സ് കൊണ്ട് ഹരിച്ചിട്ട് അതിനെ 100 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് ഇന്റലിജൻസ് ക്വോഷ്യന്റ് കിട്ടും. ക്ലിയർ? അതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, MA എന്ന് വെച്ചാൽ മാനസിക വയസ്സാണ്, അതായത് മെന്റൽ ഏജ്. C എന്ന് വെച്ചാൽ ക്രോണോളജിക്കൽ ഏജ്, നമ്മുടെ നിലവിലുള്ള ശരിക്കുള്ള വയസ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 20 വയസ്സാണ് ഉള്ളതെങ്കിൽ നിങ്ങളുടെ ശരിക്കും യഥാർത്ഥ വയസ്സാണ് ക്രോണോളജിക്കൽ ഏജ്. മെന്റൽ ഏജ് എന്ന് വെച്ചാൽ 20 വയസ്സുള്ള ഒരാളുടെ മാനസിക വയസ്സ് ചിലപ്പോൾ ചെറിയ ചില ആളെ കാണില്ല, വലിയ ആളായിരിക്കും, പക്ഷെ ചെറിയ കുട്ടികളെ പോലെയൊക്കെ കളിക്കും. അപ്പോൾ അത് നമുക്ക് പറയാം അവരുടെ മെന്റൽ ഏജ് കുറച്ചും കൂടി ചെറുതാണ്, അല്ലെ, കുട്ടിത്വമുള്ള ഒരാളാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എക്സാമ്പിൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഒരാളുടെ മാനസിക വയസ്സ് ഒരു 15ഉം അതുപോലെ കാലിക വയസ്സ് ഒരു 10ഉം ആണെങ്കിൽ അദ്ദേഹത്തിന്റെ IQ എത്രയാണെന്നൊക്കെ ചിലപ്പോൾ ചോദ്യം വന്നേക്കാം. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കണം. മാനസിക വയസ്സ് എന്ന് വെച്ചാൽ മെന്റൽ ഏജ് ആണ്, കാലിക വയസ്സ് എന്ന് വെച്ചാൽ ക്രോണോളജിക്കൽ ഏജ് ആണ്. രണ്ടും തരും നിങ്ങൾക്ക്. എന്നിട്ട് IQ എത്ര വെച്ചാൽ നിങ്ങൾ IQന്റെ ഫോർമുല എഴുതുക. IQ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? മെന്റൽ ഏജിനെ ക്രോണോളജിക്കൽ ഏജ് കൊണ്ട് ഹരിച്ചിട്ട് അതിനെ 100 കൊണ്ട് ഗുണിക്കണം. അപ്പൊ ആൻസർ എന്ത് വരും? മെന്റൽ ഏജ് ഞാൻ ഇവിടെ തന്നത് 15 ആണ്, ക്രോണോളജിക്കൽ ഏജ് തന്നത് 10 ആണ്. അതിനെ 100 കൊണ്ട് നിങ്ങൾ ഗുണിക്കുക. 15നെ 10 കൊണ്ട് ഹരിക്കാനൊന്നും പോകണ്ട. 15നെ 100 കൊണ്ട് ഗുണിച്ചാൽ 1500 വരും. 1500നെ 10 കൊണ്ട് ഹരിച്ചാൽ അത് 150 എന്ന് വരും. ഓക്കെ, അപ്പൊ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം മെന്റൽ ഏജ് കൂടുമ്പോൾ കാലിക വയസ്സിനേക്കാൾ മാനസിക വയസ്സാണ് കൂടുതലെങ്കിൽ അവരുടെ IQ ലെവൽ കൂടുതലായിരിക്കും. നേരെ തിരിച്ചിട്ടാണെങ്കിൽ IQ കുറയും. ഓക്കെ, ഇനി രണ്ടും ഈക്വൽ ആയിട്ട് ആണെങ്കിൽ IQ എത്ര എന്നൊക്കെ ചോദ്യം വരാറുണ്ട്. അതൊക്കെ ഇതിനു മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒരാളുടെ മാനസിക വയസ്സും കാലിക വയസ്സും ഈക്വൽ ആണ്, IQ എത്ര? രണ്ടും തുല്യമാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജ് രണ്ടും തുല്യം. എക്സാമ്പിൾ ഇപ്പൊ മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും രണ്ടും 10 ആണെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് വരും? 10/10 ഗുണിക്കണം 100. അപ്പൊ എന്താണ് 10/10 1 ആണ്. അപ്പൊ 1 ഗുണിക്കണം 100 വെച്ചാൽ 100 ആണ്. രണ്ടും തുല്യമാണെങ്കിൽ നമ്മുടെ IQ വരുന്നത് 100 ആയിരിക്കും. ഓക്കെ, IQ 100 ആയിരിക്കും. ഓക്കെ, അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും മാനസിക വയസ്സും കാലിക വയസ്സ് ശരിക്കുള്ള വയസ്സാണ്, കാലിക വയസ്സും കൂടി തുല്യമാണെങ്കിൽ നമ്മുടെ IQ എന്ന് പറയുന്നത് 100 ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. റെഡി ആയി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയായി ബന്ധപ്പെട്ട ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചധികം എക്സാംസ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അതിന്റെ മാത്രം ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ പിന്നെ കമന്റിൽ ഇട്ടേക്കാം. ഓക്കെ, IQ എന്ന് പറഞ്ഞൊരു കമന്റ് ഇട്ടേക്കാം. അതിൽ ഒരുപാട് ഇതുപോലത്തെ പ്രോബ്ലംസ് മാത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വീണ്ടും ചെയ്യാത്ത ഓൾറെഡി നമ്മൾ കഴിഞ്ഞ സെഷനിൽ മുന്നേ ചെയ്തതാണ്. നിങ്ങളത് ഇതിൽ ഡൗട്ട് ഉള്ളവരൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് പോയിട്ട് കണ്ട് വേഗം പഠിക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരാം. അടുത്ത വിവിധതരം മൂല്യനിർണ്ണയമാണ്. ഒന്നുമില്ല, നമ്മുടെ ഫോർമേറ്റീവ് അസസ്മെന്റും അതുപോലെ സമ്മേറ്റീവ് അസസ്മെന്റ് ഉണ്ടല്ലോ, ഇവാലുവേഷൻ ഉണ്ടല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരേ സമയം അധ്യാപകനും വിദ്യാർത്ഥിക്കും ഫീഡ്ബാക്ക് നൽകുന്നതാണ് ഈ സംരചന മൂല്യനിർണ്ണയം എന്ന് പറയുന്നത്. സംരചന മൂല്യനിർണ്ണയമാണ് ഫോർമേറ്റീവ്. ഓക്കെ, അതുപോലെ തന്നെ സമ്മേറ്റീവ് എന്ന് വെച്ചാൽ ആത്യന്തിക മൂല്യനിർണ്ണയമാണ്. ക്ലിയർ? അപ്പൊ ഒന്ന് രണ്ട് പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഒന്ന്, ഗ്രേഡ് നൽകാനും ഉയർന്ന ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ നൽകാനും ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ രീതിയാണ് ആത്യന്തിക മൂല്യനിർണ്ണയം അഥവാ സമ്മേറ്റീവ് അസസ്മെന്റ്. എന്താണ്? നമ്മളൊരു എക്സാം കഴിഞ്ഞ ഒരു ടേം കഴിയാനാകുമ്പോൾ അതിന് ഗ്രേഡ് നൽകാനും ഉയർന്ന ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കൊടുക്കാനും ഒക്കെ അല്ലേ? അതൊക്കെ നമ്മൾ ലാസ്റ്റ് അല്ലേ ആനുവൽ എക്സാം അല്ലേ നടത്തുന്നത്? ആനുവൽ ആയിട്ട് ഒരു പഠന പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് നോക്കുന്നതാണ് നമ്മുടെ സമ്മേറ്റീവ് അസസ്മെന്റ്. യൂണിറ്റ് ടെസ്റ്റ് ആവാം, ടേം എക്സാമിനാവാം, അല്ലെ നമ്മുടെ വാർഷിക പരീക്ഷ ആവാം, അതൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ സമ്മേറ്റീവിന് വരെ ഫോർമേറ്റീവ് ആണെങ്കിൽ, ഫോർമേറ്റീവ് അസസ്മെന്റ് ആണെങ്കിൽ, സംരചന മൂല്യനിർണ്ണയം ആണെങ്കിൽ പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സംരചന മൂല്യനിർണ്ണയം ആണെങ്കിൽ എന്താണ്? നമ്മൾ പഠനം നടക്കുമ്പോൾ അതിന് കൂടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും.
ചെറിയൊരു പോയിന്റ് പറയുമ്പോൾ ടീച്ചർ ചിലപ്പോൾ അസൈൻമെന്റ് കൊടുക്കും, സെമിനാർ കൊടുക്കും അല്ലെ. അങ്ങനെ പഠനത്തോടൊപ്പം പോകുന്നതാണ് ഇത് സംരചന, മൂല്യനിർണ്ണയം. മറ്റേത് ഏറ്റവും ലാസ്റ്റ് ആണ് സമ്മേറ്റീവ്, സം എല്ലാം കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, അടുത്ത ഒരു പോയിന്റ് എന്താണ്, ഒരു അധ്യായത്തിന്റെ ഒരു ടേമിന്റെയോ ഒരു കോഴ്സിന്റെയോ അന്ത്യത്തിൽ നടത്തുന്ന മൂല്യനിർണ്ണയമാണ് അത്യധികം, അതായത് സമ്മേറ്റീവ്. ഞാനിപ്പോൾ പറഞ്ഞു. അടുത്ത പോയിന്റ് വരുന്നത് നിരന്തരമായി നടക്കുന്ന മൂല്യനിർണ്ണയ വിലയിരുത്തലാണ് ഏത്, സംരചന, അതായത് ഫോർമേറ്റീവ് അസസ്മെന്റ്. ഓക്കെ, അത് നിരന്തരമായിട്ടാണ്, എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. നിദാന ശോധകത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? നിദാന ശോധകം വെച്ചാൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പരിഹാര ബോധനമാണ് അല്ലെ. ഡയഗ്നോസ് ചെയ്യുക വെച്ചാൽ എന്താണ് അത് നമുക്ക് ചികിത്സിച്ച് കണ്ടുപിടിക്കണം. ഡയഗ്നോസ് വെച്ചിട്ട് കണ്ടെത്തലാണ്. അപ്പോൾ അത് പരിശോധിക്കലാണ്. അപ്പോൾ എന്താണ്, നിദാന ശോധകത്തിന്റെ പ്രധാന ലക്ഷ്യം പരിഹാര ബോധനമാണ്. ഓക്കെ, പരിഹാരം എന്താണ്, കുട്ടിയുടെ പഠന പ്രശ്നം അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പരിഹാരം കണ്ടെത്തണം. അതാണ് നിദാന ശോധകത്തിന്റെ ലക്ഷ്യം. വിദ്യാർത്ഥികളുടെ ആശയഗ്രഹണം, അറിവ്, കഴിവുകൾ തുടങ്ങിയവ വിലയിരുത്താൻ സഹായിക്കുന്നതാണ് സിദ്ധിശോധകം. ഓക്കെ, സിദ്ധിശോധകം. നെക്സ്റ്റ്, അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരാം. അതിലേക്ക് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്കിപ്പ് ചെയ്യുന്നത്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഒക്കെ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിലേക്കൊന്നുമില്ല, നിങ്ങൾക്കറിയാലോ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് വായനാ വൈകല്യമാണ് അല്ലെ. റീഡിംഗ് ഡിസോർഡർ ആണ്. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ ലേഖന വൈകല്യമാണ്. ഡിസ്കാൽക്കുലിയ എന്ന് വെച്ചാൽ മാത്തമാറ്റിക്കൽ വൈകല്യമാണ് അല്ലെ. അപ്പോൾ ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് ശാരീരിക ചലന പ്രയോഗ വൈകല്യമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണത്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് നിയമങ്ങളാണ്. നമ്മൾ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായിട്ട് 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ 2ന്റെ ലിങ്ക് ഞാനിപ്പോൾ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അതിൽ കുറച്ചധികം നിയമങ്ങൾ കൃത്യമായിട്ട് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതുകൊണ്ട് അത് പറഞ്ഞ് ടൈം ആക്കാത്ത. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ കിട്ടാത്ത ഈ നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ലാസ്റ്റ് പഠിച്ചു പോയാൽ അതൊക്കെ ആയിരിക്കും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരിക. കഴിഞ്ഞ തവണ അതുപോലെ തന്നെ ഒരു നിയമം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കിട്ടാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കണം. ഇവിടെ അതിലകത്ത് ചില കാര്യങ്ങൾ ഇതിലുണ്ട്. ഒന്ന് PWD ആക്ട് ആണ്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് ആണ്, 1995 ഓക്കെ, 95 അടുത്ത ഇതിന്റെ കൂടെ തന്നെ RPWD ആക്ട് ഉണ്ട്. RPWD റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ആണ്, നമ്മളന്ന് പറഞ്ഞാണ് 2016 ഈ ആക്ട് പ്രകാരം 21 ഡിസബിലിറ്റീസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഡയറക്റ്റ് ചോദ്യം വരാറുണ്ട്. 21 ഡിസബിലിറ്റീസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഓക്കെ, NCF അത് വന്നിട്ടിരിക്കുന്നത് എപ്പോഴാണ്, 2005 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കേരള കരിക്കുലം ഫ്രെയിംവർക്ക് KCF വന്നിരിക്കുന്നത് എപ്പോഴാണ്, 2005 ഓക്കെ, സോറി 2007 നാഷണൽ ദേശീയ തലത്തിൽ വന്നത് 2005 കേരളത്തിൽ വന്നത് 2007 പിന്നെ റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെ, എഡ്യൂക്കേഷൻ ആക്ട് ആണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 റൈറ്റ് ടു എഡ്യൂക്കേഷൻ 2009 പിന്നെ RTE ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണ്, നിയമം 2009 അത് നിയമം നിലവിൽ വന്നത് എപ്പോഴാണ്, 2010 ഏപ്രിൽ 1 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. കേരളത്തിൽ അടുത്ത വർഷമാണ് 2011 വന്നത്. ഓക്കെ, അപ്പൊ അത് പിന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ NCFTE ഉണ്ട്, അതായത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ, അതും എപ്പോഴാണ്, 2009 ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. മറ്റേത് NCF 2005 പക്ഷേ ടീച്ചർ എഡ്യൂക്കേഷനുള്ള NCF വന്നിരിക്കുന്നത് 2009 യശ്വാൾ കമ്മിറ്റി പിന്നെ എന്താണ് കമ്മിറ്റി വന്നിരിക്കുന്നത് 1993 അതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ ഭാരമില്ലാതെ ആയാസരഹിതമായിട്ടുള്ള പഠനം, അതായത് ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് യശ്പാൽ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പ്രൊഫസർ യശ്പാലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഉദ്ദേശം എന്താണ്, ഭാരമില്ലാതെ ആയാസരഹിതമായിട്ടുള്ള ഒരു പഠനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇനി ഞാനിപ്പോൾ പറഞ്ഞു RPWD ആക്ട് എന്ന് പറയുന്നത് 2016 നമ്മൾ പഠിച്ചു. PWD ആക്ട് വന്നിരിക്കുന്നത് 1995 എന്നല്ലേ പഠിച്ചു. ഓക്കെ, ഇതിലേക്ക് നമ്മൾ അധികം പോകുന്നില്ല, ഞാനിപ്പോൾ പോകുന്നില്ല, കൺഫ്യൂഷൻ ആവും. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്. പ്രക്ഷേപണ രീതി, പ്രൊജക്റ്റീവ് മെത്തേഡ് നിങ്ങൾ നോക്കിയിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചതാണ് പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്ന പ്രൊജക്റ്റീവ് ടെക്നിക്സുകളാണ്. ഒന്ന് റോഷാസ് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. ഓക്കെ, ചിലപ്പോൾ ചോദിക്കും ഇവിടെ തന്നിരിക്കുന്നതിൽ പ്രൊജക്റ്റീവ് ടെക്നിക്കുമായി ബന്ധപ്പെട്ടത് ഏത്, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടാത്ത ഏതെന്നൊക്കെ ചോദിക്കും, മനസ്സിലാക്കുക. റോഷസ് മഷിയൊപ്പ് പരീക്ഷ, റോഷയുടെ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രൊജക്റ്റീവ് ടെക്നിക്കാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു TAT, തീമാറ്റിക് അപ്രസെപ്ഷൻ ടെസ്റ്റ് അല്ലെ, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മോർഗൻ ആൻഡ് മൊറെ. ഓക്കെ, അത് പ്രൊജക്റ്റീവ് ടെക്നിക്കിൽ ഉൾപ്പെടുന്നതാണ്. പിന്നെ CAT അല്ലെ, ചിൽഡ്രൻസ് അപ്രസെപ്ഷൻ ടെസ്റ്റ് നിങ്ങൾ പഠിച്ചവരാണ്. പിന്നെ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പദ സാഹചര്യത്വ പരീക്ഷയൊക്കെ നിങ്ങൾ പഠിച്ചു തന്നെയാണ് അല്ലെ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ അത് പിന്നെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താണ് സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്, ഇങ്ങനത്തെ കംപ്ലീറ്റ് ചെയ്യുന്നതല്ലോ വേർഡ് WAT CAT അല്ലെ, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഓക്കെ, സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, ഇതൊക്കെ വരുന്ന ഇതിലാണ്. പിന്നെ പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ് ഉണ്ട്. പിക്ചർ സിറ്റുവേഷൻ ഇൻഡെക്സ് ഇതും എന്താണ്, പ്രൊജക്റ്റീവ് തന്നെയാണ്, പ്രൊജക്റ്റീവ് ടെക്നിക് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ലേണിംഗ് കർവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പഠിക്കുവാനുള്ള കാര്യം താരതമ്യേന ലളിതമാവുകയോ അല്ലെങ്കിൽ പഠിതാവിന് മുൻ പരിശീലനം കിട്ടിയതോ ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു തരം പഠന വക്രമാണ് വരിക. ലേണിംഗ് കർവുമായി ബന്ധപ്പെട്ടാണ്
ഇവിടെ ഉദ്ദേശിക്കുന്നത് രണ്ട് കേവാണ് ഇവിടെ തന്നിരിക്കുന്നത്, എയും ബിയും. ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. എന്താ കണ്ടീഷൻ? പഠിക്കുവാനുള്ള കാര്യം താരതമ്യേന ലളിതമാവുന്നു അല്ലെങ്കിൽ പഠിതാവിന് മുൻ പരിശീലനം കിട്ടിയതോ ആണെങ്കിൽ. ഒരു പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇതിന് മുന്നേ ട്രെയിനിങ് ഒക്കെ കിട്ടിയ കുട്ടിയാണെങ്കിൽ അവന്റെ പഠനം എന്തായിരിക്കും? നന്നായിട്ട് പോവില്ലേ? നല്ല ടോപ്പ് ലെവലിൽ പോകുമല്ലോ. അവൻ പിന്നെ പഠനത്തിന് ഡൗൺ ഒന്നും ആവില്ലല്ലോ. അത്രയേ ഉള്ളൂ. അപ്പോൾ അവന്റെ ലേണിംഗ് കർവ് എങ്ങനെയായിരിക്കും? കൃത്യമായിട്ട് നോക്കിയത് ഒറ്റ പോക്കാണ്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും പോവുക അല്ലേ? അതായത് പരിശീലനം അല്ലെങ്കിൽ സമയം കൂടുന്നതനുസരിച്ചിട്ട് അവന്റെ പഠന തോത് എന്ത് ചെയ്യുന്നു? കൂടി വരിക. സമയം എത്രത്തോളം കൂടുന്നു അതിനനുസരിച്ച് അവന്റെ പഠന തോതും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഏത്? ഈ പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ കർവ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുക. പിന്നെ ഒരു പഠന പീഠസ്ഥലി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അതായത് ഇങ്ങനെയാണെങ്കിൽ സമയം കൂടുന്നതനുസരിച്ചിട്ട് പഠനം നടക്കുന്നില്ല. ഒരു തവണ ചിലപ്പോൾ ഇങ്ങനെ പഠിച്ചു പോയിട്ടുണ്ടാവും, പിന്നെ ഒറ്റ പോക്കാ, നേരെ ഇങ്ങനെ പോവുക. സമയം മാത്രമേ പോകൂ, പഠനം അതേപോലെ ഉണ്ടാവും. ഈ ഒരു ടൈം മുതൽ ഇങ്ങോട്ടേക്ക് അവൻ ഒന്നും പഠിക്കുന്നില്ല, മണ്ടനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളതിനാണ് പഠന പീഠസ്ഥലി എന്ന് പറയുക, അല്ലെങ്കിൽ ലേണിംഗ് പ്ലാറ്റ്യൂ എന്നാണ് പറയുക. ലേണിംഗ് പ്ലാറ്റ്യൂ. ഓക്കെ, അത് ചോദ്യം വരാറുണ്ട്. ഒന്ന് പഠനം നടക്കാത്ത അവസ്ഥയാണ് ലേണിംഗ് പ്ലാറ്റ്യൂ. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര രസത്തിൽ അടിപൊളിയായിട്ട് പഠിച്ചു. പിന്നെ നിങ്ങൾ ശനി നാളെ പഠിക്കാം, പിന്നെ നാളെ ആകുമ്പോഴായിരിക്കും മറ്റന്നാൾ പഠിക്കാം, വീണ്ടും അടുത്ത ആഴ്ച പഠിക്കാം. അങ്ങനെ 2-3 ആഴ്ച കണ്ടിന്യൂസ് പോയി എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ പഠിച്ചു കയറി വന്നു, ഇവിടെ മുതൽ ഇങ്ങോട്ടേക്ക് നിങ്ങൾ പഠിച്ചിട്ടേ ഇല്ല. ഒരു 2 മാസം കാലയളവിൽ നിങ്ങൾ ഒന്നും പഠിക്കുന്നില്ല എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങളുടെ പഠനം നടക്കുന്നില്ല, സമയം മാത്രമേ പോകുന്നുള്ളൂ, ദിവസങ്ങളേ പോകുന്നുള്ളൂ, പഠനത്തിൽ ഒരു തോതുമില്ല, മാറ്റങ്ങളൊന്നുമില്ല. ഇതാണ് പഠന പീഠസ്ഥലി. ഓക്കെ, ലേണിംഗ് പ്ലാറ്റ്യൂ. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ഇത്രയും റിവിഷൻ നടത്തിയത്. പിന്നെ നമ്മൾ സാധാരണ എക്സാമിന്റെ തലേന്ന് ഒരു റാൻഡം റിവിഷൻ, അതായത് ഒരു കംപ്ലീറ്റ് ഒരു റിവിഷൻ നടത്താറുണ്ട് ഇങ്ങനത്തെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ ഇതിൽ ഉൾപ്പെടാത്ത കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ അതിൽ ഉൾപ്പെടുത്താറുണ്ടായിരുന്നു. ഞാൻ തൽക്കാലം എന്ത് ചെയ്യുന്നില്ല, ഞാൻ അതിന്റെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ആ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ ലിങ്കും കൂടെ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം. അപ്പോൾ അത് നിങ്ങൾ കേട്ടുപോയി ഉറപ്പായിട്ടും 1-2 ചോദ്യങ്ങളൊന്നുമല്ല, ഒരു 3-4 ചോദ്യങ്ങൾ എന്തായാലും വന്നിരിക്കും. അതെല്ലാം കൊണ്ടും വരുന്നത് തന്നെയാണ്. കാരണം ഒന്നുമില്ല, നമ്മൾ പ്രധാനപ്പെട്ട എല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ഓക്കെ, അതൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്താം. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങളൊന്ന് കണ്ടു നോക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ കമന്റ് ചെയ്യുന്നത് 3 കാര്യങ്ങളായിരിക്കും. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട പിന്നെ നിയമങ്ങളാണ്. നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ലിങ്ക് കൊടുത്തേക്കാം. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ മറ്റേ ഐക്യു കാണാനുള്ള ഫോർമുലയിൽ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അതിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നത് ചെയ്യണം, തിരിച്ചും മറിച്ചും വരുന്ന കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പം പറഞ്ഞ റാപ്പിഡ് റിവിഷൻ, ആ ഒരു റാപ്പിഡ് റിവിഷൻ ആണ് സൈക്കോളജി, അതും കൂടി കൊടുത്തേക്കാം. അത് 3 നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സമയത്തിനനുസരിച്ചിട്ട് പറ്റുന്നവരൊന്ന് കണ്ടു നോക്കുന്നതായിരിക്കും. സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾ വീഡിയോയുടെ സ്പീഡ് കൂട്ടുക, എന്നിട്ട് കാണുക. സാധാരണ എന്നെ എല്ലാവരും പരാതി പറയാറുണ്ട്, ഞാൻ പറയുന്നത് തന്നെ അത്യാവശ്യം സ്പീഡിലായതുകൊണ്ട് വീണ്ടും സ്പീഡ് കൂട്ടിയാൽ ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. എന്നാലും നിങ്ങൾ ജസ്റ്റ് പറ്റുന്ന സ്പീഡിലൊന്ന് കൂട്ടിയിട്ട് പെട്ടെന്ന് ഒന്ന് കണ്ടോ കേട്ടോ നോക്കുന്നത് നല്ലതായിരിക്കും. ക്ലിയർ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് അത്യാവശ്യം സൈക്കോളജി സ്കോർ ചെയ്യാൻ പറ്റും. സൈക്കോളജി നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഒരു 30 ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് കാറ്റഗറി 1 to 4 വരുന്നത്. 3ലേക്ക് വരുമ്പോൾ 40 ചോദ്യം വരും. 30 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും 25 എങ്കിലും അല്ലെങ്കിൽ അതിൽ പ്ലസ് എങ്കിലും സ്കോർ ചെയ്യാനായിട്ട് പറ്റും, ഉറപ്പായിട്ടും പറ്റും. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ കാറ്റഗറി 2 അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരാളാണെങ്കിൽ സോഷ്യൽ എടുക്കുന്നെങ്കിൽ 60 എങ്ങനെ പോയാലും 45 to 50 സ്കോർ ചെയ്യാൻ പറ്റും. 45 കൂട്ടിക്കോ സോഷ്യലിൽ. ഓക്കെ, പിന്നെ വരുന്ന അവിടെ സൈക്കോളജി ആണ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ സൈക്കോളജിയിൽ ഇപ്പം പറഞ്ഞ പോലെ നമുക്ക് 25 മാർക്ക് എങ്ങനെയാണ് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് മലയാളമാണ്. മലയാളത്തിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 20+ ഉറപ്പ് തന്നെയാണ്. ഓക്കെ, അതിൽ പിന്നെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. പിന്നെ ഒരു ഇംഗ്ലീഷും കൂടി ഉണ്ട്. ഇംഗ്ലീഷും അത്യാവശ്യം നിങ്ങൾക്ക് 15 to 20. ഈ ഇംഗ്ലീഷിലാണ് മലയാളത്തിനെക്കാട്ടിയും സ്കോർ ചെയ്യാനായിട്ട് എളുപ്പം ഉള്ളത്, അത് മനസ്സിലാക്കുക. ഒരു 15 to 20 പോട്ടെ, 15 എഴുതാം. അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി നോക്കി? 5, 10, 15 അല്ലേ? ബാക്കി 1, 4, 6, 8, 2, 10, 105 മാർക്ക്. നിങ്ങൾക്ക് ആകെ വേണ്ട 90 മാർക്കാണ്. ഇവിടെ റിസർവേഷനെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. മിനിമം എല്ലാവരും 90 മാർക്ക് വേണമെന്ന് വിചാരിക്കുക, അതിനനുസരിച്ച് പഠിക്കുക. അതിൽ തന്നെ 82 ഒക്കെ വേണ്ടവരാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഡബിൾ ബെനിഫിറ്റ് ആണ് അല്ലേ? അപ്പോൾ 82 വേണ്ടു എന്ന് വിചാരിച്ച ഒരാളും എക്സാമിൽ പോയി ഇരിക്കാൻ പാടില്ല, അത് കിട്ടില്ല. അപ്പോൾ ഒരു 100 മാർക്കിന്റെ മുകളിലേക്ക് അങ്ങ് വേണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആഗ്രഹിച്ച് പഠിക്കുക, അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരെ പരിചയപ്പെടുത്തി കൊടുക്കുക. എന്തായാലും എക്സാം ആയി, ഇനിയിപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാ കാറ്റഗറിയും നമ്മുടെ ആ ഒരു നമ്പറിലേക്ക് ഒന്ന് അയച്ചു തരണം. അങ്ങനെ നമുക്ക് പെട്ടെന്ന് ഒന്ന് നോക്കാമല്ലോ. നിങ്ങൾ അയച്ചു തന്നാലേ നമുക്ക് കാണാനുള്ള അവസരമുള്ളൂ, അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാനില്ല. നമുക്ക് ഇപ്പം നമ്മൾ കണക്ഷനിൽ ആരും അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യുന്നില്ല ഇപ്പം നിലവിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്പർ 90 37 27 അതുപോലെ തന്നെ 67 71 ഈ നമ്പറിലേക്ക് പറ്റുമെങ്കിൽ നല്ല കുറച്ച് ക്ലാരിറ്റിയിൽ ഫോട്ടോ എടുത്തിട്ട് ഒന്ന് അയച്ചു തരാൻ പറ്റുമെങ്കിൽ എല്ലാ സബ്ജക്റ്റും, ഓക്കെ, മലയാളമായാലും സൈക്കോളജി ആയാലും ഇംഗ്ലീഷ് ആയാലും സോഷ്യൽ എല്ലാം അയച്ചു തരാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. താങ്ക് യു.